കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ സൗഖ്യത്തിലും ദിവ്യാരോഗ്യത്തിലും ദീർഘായുസോടെ ഇരുന്ന കർത്താവിൻ്റെ സമൃദ്ധിയെ ഞാൻ അനുഭവിക്കും. എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനായിത്തീരും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒരിക്കലും എനിക്ക് ഒരു ദോഷവും വരുത്തതില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്നോട് ഏറ്റു പറഞ്ഞവരെല്ലാം ആമേൻ പറഞ്ഞാട്ടെ. നമുക്കിന്ന് പ്രാർത്ഥനയോടെ തന്നെ തിരുവചനങ്ങളെ കേൾക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചനങ്ങൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മരുന്ന് കഴിക്കുന്ന കാര്യം കേൾക്കുന്ന വചനം സൂക്ഷിക്കുക, വചനം മരുന്നാണ്. ആരാ പറഞ്ഞത് ആ വചനം മരുന്ന് കഴിക്കുന്ന കാര്യത്തെ ഓർപ്പിച്ചെന്നെ? ബിന്ദു സിസ്റ്റർ അല്ലേ? ഞാനത് നോക്കിയിരിക്കുമായിരുന്നു, ആരാ അത് പറയുന്ന ഓർത്തിരിക്കുമായിരുന്നു. അപ്പം നിങ്ങൾ നമ്മളെല്ലാ ദിവസവും ഇന്ന് മുതൽ ആരംഭിച്ചത്ര രാവിലെ ഉച്ചയ്ക്കും ഇനിയിപ്പോൾ വൈകിട്ട് വരാൻ പോകുന്നു, അത്രയും ചെയ്തവരാരെങ്കിലും ഉണ്ടോ? ആമേൻ. മുടങ്ങാതെ മരുന്ന് കഴിക്കാൻ പോവാണ്. മുടങ്ങാതെ മരുന്ന് കഴിച്ചാൽ എന്താ ഗുണം ഉണ്ടാവുന്ന അറിയാം? നിങ്ങൾക്ക് അറിയാവോ? നമ്മൾ എത്രയോ മരുന്ന് കഴിച്ചവരല്ലേ. മുടങ്ങാതെ മരുന്ന് കഴിച്ചാൽ എന്തുണ്ടാവും? നമുക്കറിയാം അല്ലേ. എന്നാൽ നമുക്കറിയാം, ലോകത്തിൽ ഏത് ആന്റിബയോട്ടിക് കഴിച്ചാലും എത്ര വലിയ ശക്തമായ മരുന്ന് കഴിച്ചാലും അതിനൊക്കെയും എന്തുണ്ട്? സൈഡ് എഫക്റ്റ് ഉണ്ടല്ലേ. നമുക്കറിയാം, ലോകത്തിൽ ഏത് മരുന്ന് കഴിച്ചാലും അത് എത്ര നല്ല മരുന്നാണെങ്കിലും, എത്ര വില കൂടിയ മരുന്നാണെങ്കിലും, എത്ര നല്ല ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താണെങ്കിലും അതിനൊക്കെയും സൈഡ് എഫക്റ്റ് ഉണ്ട്. എന്നാൽ ഈ മരുന്നിന് സൈഡ് എഫക്റ്റ് ഇല്ല. കാരണം ഇത് നിർമ്മിച്ചത് സ്വർഗത്തിലെ ദൈവമാണ്. ഇത് യേശുവിൻ്റെ ശരീരയാഗത്താൽ നിർമ്മിക്കപ്പെട്ടതായതുകൊണ്ട് ഇതിന് സൈഡ് എഫക്റ്റ് ഇല്ല. ഈ വചനം വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ സ്പിരിച്വൽ എഫക്റ്റ് ഉണ്ടാകും. ആ സ്പിരിച്വൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അപ്പം ഇന്ന് വൈകിട്ടും ഇന്ന് നമ്മൾ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയും പറയുകയാണ്, എത്ര നിങ്ങൾക്ക് മരുന്ന്, ഞാൻ ഇന്ന് എത്രയോ പ്രാവശ്യം ഈ മരുന്ന് കഴിച്ചെന്നറിയോ. സാധാരണ നമ്മൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടുമാണ് കഴിക്കേണ്ടതെങ്കിലും ഞാൻ പിന്നെയും ഇന്ന് ആ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. എൻ്റെ മനസ്സിൽ ഭാരങ്ങൾ, എൻ്റെ മനസ്സിൽ ചിന്താകുലകൾ വന്നപ്പോൾ, എൻ്റെ മനസ്സിൽ ഭയം വന്നപ്പോൾ ഞാൻ വീണ്ടും മരുന്ന് കഴിക്കാൻ തുടങ്ങി. ഞാൻ ഉറക്ക മരുന്ന് കഴിക്കാൻ തുടങ്ങി. ഈ പറയുക എന്നുള്ളത് ഞാൻ ഈ കഴിക്കാന്ന് പറഞ്ഞത് കേട്ടോ. വാഗൊണ്ട് പറയുക എന്നുള്ളത് വാഗൊണ്ട് ഭക്ഷിക്കുക. ഞാൻ ആ ഉറക്കെ പറയാൻ തുടങ്ങി. ഇല്ല, എന്താണോ കർത്താവിന് എന്നെ പറ്റിയും എൻ്റെ കുടുംബത്തെ പറ്റിയും എൻ്റെ ജീവിതത്തെ പറ്റിയും എൻ്റെ ഭാവിയെ പറ്റിയും എൻ്റെ തലമുറയെ പറ്റിയും സ്വർഗം എന്താണോ വെച്ചിരിക്കുന്നത് അത് ഞാൻ ഭക്ഷിക്കാൻ തുടങ്ങി. ആമേൻ. അപ്പം നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുവചനങ്ങളെ കേട്ട് ബലപ്പെടാം. ഇന്നലെ കേട്ട വചനം എന്താണ്? ഓർമ്മയുണ്ടോ? നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് ഫലിക്കും. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കും. അതിനുശേഷം നമ്മളൊരു വാക്യം വായിച്ചു. ഞാൻ പറഞ്ഞായിരുന്നു, ഈ രണ്ട് വചനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കഴിയുമെങ്കിൽ ഇന്നത്തെയും വചനങ്ങൾ, അതായത് മിനിഞ്ഞാന്നത്തെയും ഇന്നലത്തെയും വചനങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ വീട്ടിൽ യൂട്യൂബിൽ എടുത്ത് നിങ്ങളത് പ്ലേ ചെയ്യണം. ആ പ്രാർത്ഥന നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂട്യൂബിൽ ഞാനത് അയച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാ ദിവസവും അത് നിങ്ങൾ കേൾക്കണം. വീട്ടിൽ എത്ര പേർക്ക് ഈ ഫോണിൽ ഓളിയത്തി വെച്ചാൽ കുഴപ്പമില്ലാത്തവർ എത്ര പേരുണ്ട്? വീട്ടിൽ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുവാണ്, അനുഗ്രഹം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തോട്ട് കയറിയാൽ എന്നാ ഗുണമെന്നറിയാവോ? ഞാൻ എല്ലാ ദിവസവും നമ്മൾ എത്രയോ ചുമ്മാ ആവശ്യമില്ലാതെ വാട്സാപ്പിലും ഒക്കെ കയറി സോഷ്യൽ മീഡിയയിലൊക്കെ കയറി എല്ലാ ദിവസവും സമയം കളയുന്നത്. എനിക്ക് തോന്നുന്നത് 10-15 മിനിറ്റുള്ള, നിങ്ങൾക്ക് വേണേൽ പാചകം ചെയ്യുമ്പോഴോ രാവിലെ നിങ്ങൾക്ക് ഒരുങ്ങുന്ന സമയത്തോ അതിങ്ങനെ മൊബൈലിൽ അങ്ങ് ഓണാക്കി വെക്കുക. ഈ 2 ദിവസത്തെ വചനങ്ങൾ ഓണാക്കി വെക്കുക. എല്ലാ ദിവസവും കഴിവെങ്കിൽ ഓണാക്കി ഒന്ന് വെച്ച് നോക്കി, അതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ആമേൻ. നമ്മൾ ഇന്നലെ കേട്ടു, നിങ്ങളുടെ വിശ്വാസം പോലെ ഭവിക്കണം. നമ്മൾ ഭയങ്കര സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വിശ്വാസം. 2, നിങ്ങൾ എന്ത് കേൾക്കുന്നു എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. കർത്താവിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ട്
എന്ത് കേട്ടാലും പിടിക്കരുത്. ഇപ്പോൾ ബൈബിള് പറയുകയാണ് കർത്താവിൻ്റെ മുറിവിൽ രോഗസൗഖ്യമുണ്ട്. പക്ഷെ ഒരാൾ പറയുകയാണ് കുറേ പേര് പ്രാർത്ഥിച്ചിട്ട് ബ്രദറെ കിട്ടിയില്ലല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും പെടാനാണ് നമ്മുടെ ഇഷ്ടം. നമ്മുടെ ജഡത്തിന് ഇഷ്ടം എന്നാന്ന് പറയുന്നത്, നമ്മുടെ ജഡം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സിനും ചിന്തയ്ക്കും ഒക്കെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തവരുടെ കൂടെ കൂടാനും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? കുറേ പേര് പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത ആൾക്കാരുണ്ട്. അപ്പം നമ്മുടെ മനസ്സും പയ്യെ പറയും അവർക്ക് കിട്ടിയില്ല, ചിലപ്പം എനിക്കും കിട്ടത്തില്ലായിരിക്കും. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. ഉണ്ട് 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 തോന്നിയിട്ടുണ്ട്. ഉണ്ട് തോന്നിയിട്ടുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ തോന്നി ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ചിന്തിക്കും ബ്രദർ അങ്ങനെ എനിക്കും തോന്നി. ആ തോന്നിയതിൻ്റെ പേരാണ് അവിശ്വാസം. പേടിക്കണ്ട, നിങ്ങളിൽ പോലും അറിയാതെ നിങ്ങളുടെ അകത്ത് അത് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സും ചിന്തകളും കോംപ്രമൈസ് ചെയ്യുവാൻ നോക്കുവാണ്. അതായത് അവരൊക്കെ പ്രാർത്ഥിച്ചു, അവർക്ക് കിട്ടിയില്ല. ഞാനും പ്രാർത്ഥിച്ചു, എനിക്കും കിട്ടിയില്ല. ചിലപ്പം എന്നെപ്പറ്റി ദൈവത്തിന് ചിലപ്പോൾ ആഗ്രഹം ഇല്ലായിരിക്കും. നമ്മുടെ മനസ്സ് പയ്യെ ഇങ്ങനെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. അതെന്താ അങ്ങനെ പറയിപ്പിക്കുന്നത് ചോദിച്ചാൽ, നിങ്ങളൊരു കാര്യം, ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശ് എന്ന് പറഞ്ഞാൽ ബൈബിള് പറയുന്നു യേശു നമുക്ക് വേണ്ടി മറുവിലയായി തീർന്നു. യേശു നമുക്ക് വേണ്ടി വില കൊടുത്തു. ഇന്ന് ഓളിയം കുറവുണ്ട്. ആർക്കോ ഓളിയം കറക്റ്റ് ആണോ? ഓളിയം കുറവാന്ന് പറഞ്ഞു. ആർക്കൊക്കെ ഓളിയം കുറവാന്നുള്ളത് കമന്റ് ചെയ്യും. ഒരാൾക്ക് ഓളിയം കുറവുള്ളു. അപ്പൊ ഓളിയം കുറവുള്ള ഒരാൾ, ഓക്കെ, ഓളിയം കുറവുള്ളവർ ഒരു കാര്യം ചെയ്യണം. ഒന്നും കൂടെ നിങ്ങൾ മീറ്റിംഗിൽ നിന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് പുറത്ത് പോയിട്ട് മീറ്റിംഗ് കട്ടാക്കിയിട്ട് വീണ്ടും വാട്സാപ്പിൽ ഒന്നും കൂടെ ലിങ്ക് കയറി വരിക. അപ്പോൾ ഓളിയം റെഡിയാകും. എന്നിട്ട് ഓളിയം റെഡി ആയില്ലെങ്കിൽ പെട്ടെന്ന് ആ സൂം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. കർത്താവിന് അത് എനിക്ക് ചിലപ്പോൾ ചില സമയത്ത് നെറ്റ്വർക്കിൻ്റെ ഒക്കെ, പക്ഷേ എല്ലാവർക്കും ഒരേപോലെ ഓളിയം കുറവാണെങ്കിൽ എനിക്കിവിടെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. എല്ലാവർക്കും, ചിലർക്ക് ഓളിയം കൂടുതലാണ്, ചിലർക്ക് ഓളിയം കൂടുതലും കുറവുണ്ടെങ്കിൽ അത് എൻ്റെ ഇവിടുത്തെ കുഴപ്പമല്ല, നിങ്ങളുടെ നെറ്റ്വർക്കിൻ്റെ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഫോണിൻ്റെ എന്തെങ്കിലും പ്രോബ്ലമാണ്. അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുകയോ ലെഫ്റ്റ് ചെയ്യുകയോ ഒന്ന് അറിയാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. യേശു ക്രിസ്തുവിൻ്റെ വചനം പറയുന്നു നമുക്ക് വേണ്ടി യേശു ക്രിസ്തു മറുവിലയായി തീർന്നു, വില കൊടുത്തു. എന്താ ഈ വില കൊടുത്തെന്ന് പറഞ്ഞ അർത്ഥം എന്താ? വില കൊടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായത് എന്തുവാ? യേശു നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഈ വില കൊടുത്തു. നിങ്ങളുടെ യേശു വില കൊടുത്തതല്ല, വില കൊടുത്തു എന്ന് അതിന്റെ അർത്ഥം എന്താ? വില കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്തുവാ? വേണ്ട, ക്രൂശീകരണമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായത് ഈ വില കൊടുക്കുക, വില കൊടുത്തു. അതാണ് ഒരു സാധനം നമ്മൾ വാങ്ങാൻ വേണ്ടി വില കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തോ ഒന്ന് മേടിക്കാൻ വേണ്ടി കൊടുത്തു. അതല്ല അതിന്റെ അർത്ഥം. ചുമ്മാ വില കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് നിങ്ങൾ പറയാം ഞാൻ വില കൊടുത്തു. അപ്പൊ അടുത്ത ചോദ്യം, എന്തിനു വേണ്ടി? ആ ചോദ്യം. യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി വില കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി? എൻ്റെ പാപമോചനം, എൻ്റെ നിത്യജീവൻ, എൻ്റെ നിത്യരക്ഷ, എൻ്റെ രോഗസൗഖ്യം, അതായത് എൻ്റെ ആരോഗ്യം, എൻ്റെ ശാപവിമുക്തി, എൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നും സാമ്പത്തിക നന്മകൾ, എൻ്റെ ഉയർച്ചയ്ക്ക്, എനിക്ക് സമാധാനം കിട്ടാൻ വേണ്ടി. അതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച ഓരോന്നോരോന്നായി നമ്മൾ കേട്ടത് ഓർക്കുന്നുണ്ടോ? യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനത്തെ ഉണ്ടാക്കി. ഓർക്കുന്നുണ്ടോ? നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശുവിൻ്റെ മേലായി. കൊരിന്ത്യർ ലേഖനത്തിൽ വായിച്ചു, നമ്മുടെ ദാരിദ്ര്യത്തെ യേശു ചുമന്നു, നമ്മുടെ ശാപത്തെ യേശു മാറ്റി, നമ്മുടെ പാപത്തെ. ഇതിനെല്ലാം യേശു എന്ത് ചെയ്തു? വില കംപ്ലീറ്റ് ചെയ്ത് ഒന്ന് കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റുമോ? വില കൊടുത്ത് വാങ്ങി എന്ന് പറ. വില കൊടുത്ത് വാങ്ങി. ഇനി ശ്രദ്ധിച്ചോണം. വില കൊടുത്ത് വാങ്ങിയെങ്കിൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ പ്രവൃത്തി ഇനി നിങ്ങളുടെ മേൽ ദൈവം പുതുതായിട്ടൊന്നും ചെയ്യത്തില്ല. അതായത് ഇനി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിങ്ങളുടെ രോഗം സൗഖ്യമാക്കാൻ വരത്തില്ല. അയ്യോ ബ്രദർ, അതെന്താ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? രോഗസൗഖ്യത്തെ പറ്റിയുള്ള വചനം ആർക്കെങ്കിലും കാണാപ്പാട് അറിയോ? അറിയാമെങ്കിൽ ഒന്ന് പയ്യെ സ്ലോ ചെയ്തൊന്ന് പറയണം. വോളിയം കുറച്ചല്ല, സ്പീഡ് കുറച്ച്. യേശുക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യവും വന്നുമിരിക്കുന്നു. സൗഖ്യം എന്ത് ചെയ്തിരിക്കുന്നു? വന്നിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിന്റെ സംഭവം എന്താണ്? ഇനി വരുമെന്നാണോ? അല്ല. വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം തന്നിരിക്കുന്നു. ഇപ്പൊ മനസ്സിലായോ? വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വരുമെന്നാണോ? നിങ്ങളുടെ വീട്ടിലോട്ട് ഞാൻ വന്നു നിങ്ങളുടെ വീട്ടിലെ കസേരയിൽ കയറി ഇരിക്കുവാന്ന് വിചാരിച്ചു.
പെട്ടെന്ന് നിങ്ങളൊരു നമ്മുടെ പ്രാർത്ഥനയുള്ള വേറെ ഒരാൾ വിളിച്ചിട്ട് പറയാം, അവർ ചോദിക്കുക ബ്രദർ വീട്ടിൽ വന്നോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മറുപടി എന്തായിരിക്കും? ബ്രദർ വന്നുകൊണ്ടിരിക്കുന്നതാണോ, വരുമെന്നാണോ, വന്നെന്നാണോ? വന്നു. വന്നിരിക്കുന്നു അല്ലേ? വന്നു. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ കർത്താവിന്റെ, അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, കർത്താവ് കാൽവരി ക്രൂശിലോട്ട് നോക്കണം. യേശു എനിക്ക് വേണ്ടി വില കൊടുത്തു. കർത്താവ് വില കൊടുത്തുവെങ്കിൽ എനിക്കത് കിട്ടിയേ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ട്? ഈ ഒരു മൈൻഡ് സെറ്റപ്പിലാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ബലാത്കാരികൾ ദൈവരാജ്യത്തെ അവകാശമാക്കും. എന്താ ഈ ബലാത്കാരികൾ എന്ന് പറഞ്ഞാൽ? പിടിച്ചു പറിക്കാൻ നിൽക്കുന്നവര് ബലാത്കാരികൾ. അതായത് നമ്മളുണ്ടോ കിട്ടിയാൽ മതിയായിരുന്നു, അവർക്കൊന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രാർത്ഥിച്ചിട്ട് ഒന്നും കിട്ടാത്തവർ ഒരിക്കലും നോക്കരുത്. നിങ്ങൾ യേശു എനിക്ക് വേണ്ടി വില കൊടുത്ത് അതേ നോക്കാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് കിട്ടാതിരിക്കുവോ കിട്ടുമോ എന്നുള്ളത് എൻ്റെ വിഷയമല്ല. ശ്രദ്ധിച്ചോണം. അവർക്ക് കിട്ടാതിരിക്കുവോ കിട്ടിയോ എന്നുള്ളത് എൻ്റെ വിഷയമല്ല. എനിക്ക് വേണ്ടി യേശു വില കൊടുത്തു, അതാണ് ഞാൻ നോക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അയ്യോ ബ്രദർ പ്രാർത്ഥിച്ചു, ബ്രദർ പ്രാർത്ഥിച്ചിട്ട് 10 പേർക്ക് അത്ഭുതം ഉണ്ടായി, 11-ാമതൊന്നും കിട്ടിയില്ല, ആ 11-ാമന് കൂട്ടത്തിൽ ഞാനും പെടും. നിങ്ങളെന്തിനാ അവരുടെ പുറകെ പോകുന്നത്? ഞാൻ ഇന്നാളൊരു ഉദാഹരണം പറഞ്ഞായിരുന്നു. ഹോട്ടലിൽ പോയി നിങ്ങളിങ്ങനെ ഇങ്ങനെ വയറ് തിരുമിക്കൊണ്ട് നിൽക്കുക, വിശപ്പ് കൊണ്ട് സഹിക്കാൻ വല്ലാതെ നിൽക്കുക. ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള സകല ആഹാരത്തിൻ്റെയും വില പൈസയും കൊടുത്തു. നിങ്ങൾ പിന്നെ അവിടെ തല തുറഞ്ഞിരിക്കേണ്ട കാര്യമുണ്ടോ? കയറിയിരുന്ന് കഴിച്ചാൽ പോരെ? ഇതാണ് സുവിശേഷം. ഞാൻ കൊടുത്ത വിലയിൽ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ പറ്റും. യേശു കൊടുത്ത വിലയിൽ നമുക്ക് അത്ഭുതം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നമ്മൾ കേൾക്കുന്നത് സൂക്ഷിക്കണം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. ഇന്ന് നമ്മൾ വചനം മറ്റൊരു വാക്യമാണ് എടുക്കുന്നതെങ്കിലും കുറച്ച് നേരം ഞാനിത് പറഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്നും ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. ഈ വചനം നിങ്ങൾക്ക് അറിയാവുന്ന വാക്യമാണ്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യമാണ്. ഇവിടെ വചനം പറയുകയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിൻ്റെ കൂടെയായിരുന്നു, വചനം ദൈവം ആയിരുന്നു. ശ്രദ്ധിച്ചോണം. ആദിയിൽ എന്തുണ്ടായിരുന്നു? വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടി. വചനം ദൈവത്തോടുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. അതായത് നിങ്ങളൊരു വചനം പറയുമ്പോൾ ഈ ബൈബിൾ വചനത്തെ പറ്റി പറയുകയായിരുന്നു. ആദ്യം മുതലേ വചനമുണ്ട്. ശ്രദ്ധിച്ചോണം. വചനമാണ് ഫസ്റ്റ് നിൽക്കുന്നത്. നമ്മുടെ പ്രശ്നമല്ല. ഇതൊക്കെ ഇടയിൽ വന്നതാ. നമ്മുടെ രോഗം അത് ഇടയിൽ വന്നതാ. നമ്മുടെ വിഷയങ്ങൾ ഇതിൻ്റെ ഇടയിൽ വന്നതാ. നമ്മുടെ പ്രതിസന്ധികൾ ഇതിൻ്റെ ഇടയിൽ വന്നതാ. ഇത് ആദ്യം ഉണ്ടായിരുന്നതല്ല. ആദ്യം ഉണ്ടായിരുന്നത് വചനമാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നു വചനം ദൈവത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പം വചനത്തിൻ്റെ കൂട്ടുകാരൻ ദൈവമാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നു ഈ വചനമെന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. ദൈവം എന്ന് പറയുന്നത് വചനമാണ്. അപ്പം നമ്മൾ എഴുതപ്പെട്ടിരിക്കുന്ന അക്ഷരങ്ങളിലേക്ക് നോക്കുമ്പോൾ അവിടെ നമുക്ക് ആരെ കാണാൻ പറ്റും? ദൈവത്തെ കാണാൻ സാധിക്കും. ദൈവത്തെ കാണാൻ പറ്റും. അതായത് ദൈവത്തിൻ്റെ വാക്ക് തന്നെയാണ് വചനം. ഈ വാക്കിൻ്റെ ഉടമസ്ഥനാണ് ദൈവം. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് വചനം തന്നെയാണ് ദൈവം. അതായത് ഞാനൊരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾ പറയുക ബ്രദർ ഞാനൊരു വാക്ക് പറഞ്ഞാൽ അത് തോമസ് ബ്രദറിന്റെ വാക്കാവുമോ? ഇല്ല. ഞാൻ പറയുന്നത് എൻ്റെ വാക്കാണ്, ജോളി ബ്രദറിന്റെ വാക്കാകത്തില്ല. അല്ലെങ്കിൽ ഞാൻ പറയുന്ന വാക്ക് മറ്റൊരാളുടെ വാക്കാകത്തില്ല. അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വാക്കിൻ്റെ ഉടമസ്ഥൻ ഞാൻ തന്നെയാണ്. ഞാൻ എന്തു പറയുന്നോ ഞാൻ ആ വാക്കിൻ്റെ ഉടമസ്ഥൻ ഞാൻ തന്നെയാണ്. അപ്പം ദൈവവചനത്തിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ്. അതുകൊണ്ട് പറയുകയാണ് വചനം ദൈവമാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തിൻ്റെ കൂടെയായിരുന്നു. ഇനി ഇതിൻ്റെ 14-ാം അധ്യായമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ 1 യോഹന്നാൻ അതിൻ്റെ 1-ാം അധ്യായത്തിലെല്ലാം നാളെ ഞാൻ ചോദിക്കുമ്പോൾ മറക്കു പോരുത്. 1 യോഹന്നാൻ അതിൻ്റെ 14-ാം അധ്യായത്തിൽ പറയുന്നു വചനം ജഡമായി തീർന്നു. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, വചനം എന്തായി തീർന്നു? വചനം ജഡമായി തീർന്നു. ജഡം എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം എന്തുവാ? ശരീരം അല്ലേ? അപ്പൊ ഇത്രയും നാളും എഴുതപ്പെട്ട വചനം, ദൈവമായിരുന്ന വചനം, കേട്ടുകൊണ്ടിരുന്ന വചനം, ഇപ്പൊ എന്തു വന്നു? വചനത്തിനൊരു രൂപം വന്നു, മനുഷ്യന്റെ രൂപം വന്നു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ആ രൂപത്തിന്റെ പേരെന്തുവാ? ജീസസ് ക്രൈസ്റ്റ്. ആമേൻ. വചനം പറയുന്നു യേശു ക്രിസ്തു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ശ്രദ്ധിച്ചോണം. അപ്പം വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തിൻ്റെ കൂടെയായിരുന്നു. ഒരു ദിവസം വചനം മനുഷ്യൻ്റെ രൂപത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ശ്രദ്ധിച്ചോണം, വചനത്തിന് രൂപമാറ്റങ്ങൾ ഉണ്ടാകും.
ഒന്നുകൂടെ ഞാൻ എടുത്തു പറയാം. ഇതാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന, ശ്രദ്ധിച്ചോണം വചനം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വചനത്തിന് രൂപമാറ്റം ഉണ്ടാകും. ഹല്ലേലൂയ. വലിയൊരു അത്ഭുതമാണ്. ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വചനം, നിങ്ങൾ പറയും ബ്രദറെ ഞാൻ 100 രൂപ കൊടുത്ത് മേടിച്ച ബൈബിളാ, അല്ലെങ്കിൽ നിങ്ങൾ പറയും ബ്രദറെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ബൈബിളാ, ആരോ എനിക്ക് ഗിഫ്റ്റ് തന്നതാ. പക്ഷേ ഈ വചനത്തിന് രൂപം മാറാൻ പറ്റും. ചിലർ പറയാറില്ലേ, നിങ്ങൾ കേട്ടോണ്ടോ ഈ പഴഞ്ചൊല്ല്, പുസ്തകത്തിലെ പശു എന്ത് ചെയ്യത്തില്ല? പുല്ല് തിന്നില്ല. തിന്നത്തില്ല. നിങ്ങൾക്കറിയാം പഴഞ്ചൊല്ല് അല്ലേ? അതായത് പുസ്തകത്തിൽ ഒരു പശുവിൻ്റെ പടം വരച്ച് നല്ല രീതിയിൽ അതിന് മേക്കപ്പ് ഒക്കെ ഇട്ട് അതിന് നല്ല കളറൊക്കെ കൊടുത്ത് അതിനൊരു കയറൊക്കെ കെട്ടി വെച്ച് നല്ല രീതിയിൽ അതിന് മണിയൊക്കെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിലോട്ട് കുറച്ച് പുല്ലിട്ട് കൊടുത്താൽ അത് തിന്നുവോ? ഇല്ല. ഇല്ല. അതിന് പുല്ല് തിന്നാൻ കഴിയത്തില്ല. പുസ്തകത്തിലെ പശുവിന് പുല്ല് തിന്നാൻ കഴിയത്തില്ല. നമ്മളത് പഴഞ്ചൊല്ല് പറയാൻ കാരണം ചില കാര്യങ്ങൾ അങ്ങനെയാണ്. എന്നാൽ ബൈബിളിലെ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതിന് ജീവനുണ്ട്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, വചനത്തിന് ജീവനുണ്ട്. വചനത്തിന് ജീവനുണ്ട്. വചനത്തിന് ജീവനുണ്ട്. വചനത്തിന് രൂപമാറ്റം സംഭവിക്കും. ശ്രദ്ധിച്ചോണം, വചനത്തിന് രൂപമാറ്റം സംഭവിക്കും. ഹല്ലേലൂയ. നമ്മൾ ആദ്യം കേട്ടു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിൻ്റെ കൂടെയായിരുന്നു. പിന്നീട് പറഞ്ഞു വചനം ദൈവമായിരുന്നു. പിന്നെ നമ്മൾ കേട്ടു വചനം എന്തായി തീർന്നു? ജഡമായി തീർന്നു. ജഡമായി അതായത് തീർന്നു. മനുഷ്യന്റെ രൂപത്തിലേക്ക് വചനം എന്ത് ചെയ്തു? മനുഷ്യന്റെ രൂപത്തിലേക്ക് വചനം മാറി. അതായത് യേശുവിൻ്റെ രൂപത്തിലേക്ക് വചനം മാറി. ശ്രദ്ധിച്ചോണം, യേശുവിൻ്റെ രൂപത്തിലേക്ക് വചനം മാറി. നമുക്ക് ഉൽപ്പത്തി പുസ്തകം ഒന്ന് വായിക്കാം. 1-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞത്, ആദിയിൽ ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഒന്നാം പുസ്തകമാണ് ഉൽപ്പത്തി. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അപ്പൊ ദൈവത്തിന്റെ വായിൽ നിന്ന് ഒരു വാക്ക് വന്നു. എന്താണ് ആ വാക്ക്? വെളിച്ചമുണ്ടാവട്ടെ. വെളിച്ചമുണ്ടാകട്ടെ. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? വെളിച്ചമുണ്ടായി. അതായത് ദൈവത്തിന്റെ അകത്തിരുന്ന വാക്ക്, ദൈവത്തിന്റെ വായെന്ന് വരുന്ന വാക്കിന്റെ പ്രത്യേകത എന്തുവാണ്? അതിനെ നമ്മൾ എന്താ പറയുന്നത്? വചനം. ദൈവത്തിന്റെ ഉള്ളിലിരുന്ന ഒരു വാക്ക് പുറത്തേക്ക് വരികയാണ്, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ അകത്തുനിന്ന് വരുന്ന വാക്കിന്റെ പ്രത്യേകത പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ വെളിയിരുന്നോട്ട് പറയുക സൂര്യൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉണ്ടാവുമോ? ഇല്ല. നിങ്ങൾ വെളിയിൽ ഇറങ്ങിയിട്ട് പറയുക എന്തേലും കാര്യം നോക്കിയിട്ട് പറയുക ഇപ്പൊ ഇവിടെ പെട്ടെന്ന് ഒരു സാധനം ഉണ്ടായി വരട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടായി വരുമോ? കാരണം മനുഷ്യന്റെ വാക്കിനൊന്നും സൃഷ്ടിക്കുവാൻ കഴിയത്തില്ല. മനുഷ്യന്റെ വാക്കിനൊന്നും സൃഷ്ടിക്കുവാൻ കഴിയത്തില്ല. പക്ഷെ ദൈവം പറയുകയാണ്. ഇപ്പൊ ദൈവം ഒരു കസേര ഇട്ടിരിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ ഇപ്പുറത്ത് നിൽക്കുന്നു, ദൈവം പറയുക വെളിച്ചമുണ്ടാകട്ടെ. ഇത് കേട്ടോടെ നിങ്ങൾ പറയുക വെളിച്ചമുണ്ടാകട്ടെ. ഇതിലേതാ സംഭവിക്കാൻ പോകുന്നത്? ദൈവം പറയുന്നത്. കാരണം നിങ്ങൾ പറയുമ്പോൾ അത് സംഭവിക്കാതിരിക്കുകയും ദൈവം പറയുമ്പോൾ അത് സംഭവിക്കുകയും ചെയ്യുന്നതിന്റെ കാര്യം ദൈവത്തിന്റെ വാക്കിന്റെ പ്രത്യേകത, അതിൽ ജീവൻ വ്യാപരിക്കുന്നു. എബ്രായ ലേഖനം പറയും ദൈവത്തിന്റെ വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതും വായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ അതിന് മൂർച്ചയുള്ളതാണ്. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ എന്തുണ്ട്? ജീവൻ കൊടുക്കുവാൻ കഴിയും, ജീവിപ്പിക്കുവാൻ കഴിയും. ആമേൻ. അപ്പൊ ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ ഉടനെ വെളിച്ചമുണ്ടായി വന്നു. നമ്മൾ പറയുകയാണ് വെളിച്ചം വരട്ടെ എന്ന് പറഞ്ഞാൽ വെളിച്ചം വരുന്നില്ല. കാരണം നമ്മൾ പറയുന്ന നമ്മുടെ അക്ഷരങ്ങൾക്ക് ജീവൻ വെപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ ദൈവത്തിന്റെ വചനം ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? സൃഷ്ടിക്കപ്പെടുവോ ഇല്ലയോ? സൃഷ്ടിക്കപ്പെടും. ഇനി ശ്രദ്ധിച്ചോണം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ വചനത്തിന്റെ പവർ എന്നാണ്? രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് മരുന്ന് കഴിക്കുന്ന പോലെ വചനം പറയുന്നതിന്റെ കാര്യം മനസ്സിലായോ? നിങ്ങൾക്ക് സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങൾ ഉണ്ടായി വരുന്നത് കാണണോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടായി വരുന്നത് കാണാൻ ആഗ്രഹം എത്ര പേർക്കുണ്ട്? അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വാക്ക് സ്റ്റോപ്പ് ചെയ്യണം. നിങ്ങൾ പറയുന്ന ചുമ്മാ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമോ ഭയങ്കര പ്രശ്നമാണ്, രോഗം മാറുന്നില്ല, പ്രശ്നം മാറുന്നില്ല, അതിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ അതെടുത്ത് മാറ്റി വെച്ചിട്ട് കർത്താവിന്റെ വചനം ഒന്ന് വിളിച്ചു പറഞ്ഞ് അവിടെ എന്ത് സംഭവിക്കും? അത്ഭുതം നടക്കും. സൃഷ്ടിക്കപ്പെടും, ഉണ്ടായി വരും. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ വചനത്തിന് രൂപം മാറാൻ കഴിയും. ഹല്ലേലൂയ. വചനത്തിന് രൂപമാറ്റം സംഭവിക്കും.
നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന വചനം അത് നിങ്ങൾ മലയാളത്തിൽ എഴുതി ഒരു പേപ്പറിൽ ഒട്ടിച്ച് ഭിത്തിയിലും നിങ്ങളുടെ വീട്ടിലും കണ്ണാടിയിലും ഒക്കെ കൈവശമൊക്കെ എഴുതി വെച്ച് മൊബൈലിലൊക്കെ സേവ് ചെയ്ത് കൊണ്ട് നടക്കുക. ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ നിങ്ങളത് എടുത്തിട്ട് നിങ്ങളുടെ വാ കൊണ്ട് പറയുക, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇത് 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 എനിക്ക് കിട്ടാനുള്ള യോഗ്യത എന്തുവാ? അതുകൊണ്ടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകും. ഇത് ഒരത്ഭുതം കിട്ടാനുള്ള എൻ്റെ യോഗ്യത എന്തുവാ? തുടക്കത്തിൽ പറഞ്ഞായിരുന്നു നമ്മൾ വിശ്വാസം. ഈ ഞാൻ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം പറഞ്ഞുകൊണ്ടാ തുടങ്ങിയത്. വിശ്വാസം വേണം. വില 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 ഇത് സജ്ജനം വില കൊടുത്തു. ആര് കൊടുത്തു? യേശു ക്രിസ്തു. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാക്കണം. ബ്രദറെ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ബ്രദറെ ആ വിഷയം ശരിയാവുമോ എന്ന് എനിക്ക് പേടിയാ ബ്രദറെ. എൻ്റെ മനസ്സിൽ മുഴുവൻ സംശയ ബ്രദറെ, അത് ശരിയാകുമോ റെഡിയാകുമോ സംശയമാണ്. ഒന്ന് മനസ്സിൽ കുറിച്ച്, എൻ്റെ യേശു വില കൊടുത്തത് എനിക്ക് വേണ്ടിയാണ്. നമ്മുടെ പേര് പറയണം. എൻ്റെ യേശു വില കൊടുത്തത് നിഖിലിന് വേണ്ടി. ഞാൻ എൻ്റെ പേര് പറയുക, നിങ്ങൾ നിങ്ങളുടെ പേര് പറഞ്ഞ് എൻ്റെ യേശു വില കൊടുത്തത് ആ പേര് പറ. അപ്പൊ തന്നെ അത്ഭുതം ഉണ്ടാവും. യേശു വില കൊടുത്തത് എനിക്ക് വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ കോംപ്രമൈസ് ആകരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കോംപ്രമൈസ് ആക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ലക്ഷ്യം. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു വിഷയം പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പം എനിക്കറിയത്തില്ല, ആ വിഷയത്തിൻ്റെ അകത്ത് തകർന്നു പോയ 100 കണക്കിന് ആൾക്കാരുടെ 100 വന്നില്ലേ പോലും ഒരു 10 പേരുടെ ചിത്രങ്ങൾ മറന്നു പോയത്, എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത ആൾക്കാരുടെ ചിത്രം വരെ നമ്മുടെ മനസ്സിൽ വരും. ശ്രദ്ധിച്ചു, അങ്ങനെ വന്ന ആരെങ്കിലും ഉണ്ടോ? അതായത് ഇയാൾക്കും അങ്ങനെ ആയിരുന്നല്ലോ ആ വിഷയം വന്നത്. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വന്നിട്ടുണ്ടോ? നമ്മൾ ഏതെങ്കിലും വന്നിട്ടുണ്ട്. പക്ഷെ ആ വിഷയത്തിൽ അത്ഭുതം നടന്ന ആൾക്കാരുടെ ചിലപ്പോൾ ആ പേര് പോലും നമ്മൾ മറന്നു പോകായിരിക്കും അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, നമ്മളെ കൺഫ്യൂഷൻ ആക്കുവാണ്. ഒരു കാര്യം ഉറപ്പിച്ചോണം, എൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള സകല സെറ്റിൽമെന്റും യേശു കൊടുത്തു കഴിഞ്ഞു. ഞാൻ അവിടെ നിന്നുകൊണ്ട് പറയുക, എനിക്കത് കിട്ടാൻ ഒരു യോഗ്യത ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഫുഡ് അവിടെ വെറുതെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. കടക്കാരൻ ഒരു കുഴപ്പമില്ല, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. എൻ്റെ അനുഗ്രഹം അവിടെ തന്നെ ഇരിക്കും, ആരും എടുക്കത്തില്ല, അവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ സൗഖ്യത്തെ നിങ്ങൾ എടുത്തോണം, ആരും അത് എടുത്തുകൊണ്ട് പോകത്തുമില്ല. നിങ്ങൾക്ക് വേണ്ടിയുള്ളത് നിങ്ങളുടെ തന്നെയാണ്. നിങ്ങളുടെ പേർക്കാണ് യേശു മരിച്ചിരിക്കുന്നത്. അല്ലാതെ കർത്താവ് പറയുക, എന്നാ കർത്താവ് ഇങ്ങനെ കുറെ അപ്പം എടുത്തിട്ട് ഇങ്ങനെ നുറുക്കിയിട്ട് വലിച്ചെറിയും, എന്നാ കിട്ടുന്നവർക്ക് എല്ലാം പിടിച്ചു. അപ്പൊ കയ്യൂക്കുള്ളവനെല്ലാം ചാടി പിടിക്കും, അതിൽ ആരോഗ്യം ബലം ഉള്ളവരെല്ലാം ചാടി പിടിക്കും. അങ്ങനെയല്ല കർത്താവ് ചെയ്തിരിക്കുന്നത്, എൻ്റെ പേർക്കാണ്. അതുകൊണ്ടല്ലേ ബൈബിളിൽ പറയുന്നത്, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. എപ്പോഴും ഓർത്തോണം, യേശു വില കൊടുത്തത് എല്ലാവർക്കും വേണ്ടിയാ. പക്ഷെ എല്ലാവർക്കും അത് കിട്ടാത്തതിന്റെ കാരണം ചിലരത് മേടിക്കാതെ പോകാത്തതുകൊണ്ടാ. ഞാനത് പലപ്പോഴും നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞില്ല, റേഷൻ കടയിൽ മണ്ണെണ്ണ അരിയും വന്നിട്ടുണ്ട്. നമുക്കത് റിപ്പോർട്ട് വരും അല്ലേ? നമ്മളോട് റേഷൻ കടക്കാരൻ പറഞ്ഞത്, അടുത്ത ആഴ്ച മണ്ണെണ്ണയും അരിയും വരും, നിങ്ങൾ പെരക്കകത്ത് കയറിയിരിക്കുമോ? ഞാനൊന്നും പോകുന്നൊന്നുമില്ല, അതൊന്നും നമുക്കൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നാൽ ആർക്കാ നഷ്ടം? പറ, ആർക്കാ നഷ്ടം? നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾക്ക് ഞാൻ മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ മനസ്സിലാകാൻ ഈ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. വലിയ വലിയ ഉദാഹരണമൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കും ഒന്നും മനസ്സിലാകത്തില്ല. ലോകത്തില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമുക്കുള്ളത് നമ്മുടെ അവകാശമാണ്. എപ്പോഴും ഓർത്തോണം, നമുക്കുള്ളത് യേശു വില കൊടുത്തു. ഒരിക്കലും നമ്മൾ അവിടെ പോയിട്ട് നമ്മുടെ മനസ്സവർന്നു, അയ്യോ വേണ്ട, അങ്ങനെയൊക്കെ പറയുമ്പോൾ അഹങ്കാരമല്ലേ. യേശു എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടാണിത് നേടിയെടുത്തത്. എൻ്റെ കൂടെ പറഞ്ഞ്, യേശു കഷ്ടപ്പെട്ട എനിക്ക് വേണ്ടി സകല നന്മകൾ നേടിയെടുത്തു പറ. യേശു കഷ്ടപ്പെട്ടാണ് സകല നന്മകളും എനിക്കായി നേടിയെടുത്തത്. നമ്മൾ സ്വാതന്ത്ര്യ ദിനത്തിന്റെ സമയത്ത് നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിലും നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ എല്ലാ നമ്മുടെ എന്താ പറയുന്നത്, ഗാന്ധിജി ഉൾപ്പെടെയുള്ള സകല വിധമാകുന്ന പോരാളികൾ നമ്മൾ ഓർക്കാറില്ലേ? എന്തിനാ നമ്മൾ അവരെ ഓർക്കുന്നത്? നമ്മളെ തന്നെ ഉറപ്പിക്കുവാണ്, അവർ കഷ്ടപ്പെട്ട് നേടിയെടുത്തത് ആ സ്വാതന്ത്ര്യം അല്ലേ? അപ്പൊ നിങ്ങൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പിന്നെയും നിങ്ങൾ ബ്രിട്ടീഷുകാർ കാണുമ്പോൾ, അയ്യോ ഞങ്ങൾ ഇപ്പോഴും അടിമയാണല്ലോ, ആ മനോഭാവത്തിൽ നടക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, കഷ്ടപ്പെട്ട് നേടിയതല്ലേ നമ്മുടെ സ്വാതന്ത്ര്യം, കഷ്ടപ്പെട്ട് നേടിയെടുത്തതാ. ഇതേപോലെ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് എന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല. നമ്മുടെ കൈ കൊണ്ട്, ബ്ലേഡ് കൊണ്ടോ കത്തി കൊണ്ടോ സെറ്റിപ്പം കൊണ്ടോ മുറിയുന്ന പോലെ അല്ല യേശുവിന്റെ കൈയും കാലും മുറിഞ്ഞത്. നല്ലപോലെ വേദനിപ്പിച്ച്
നല്ലപോലെ ക്രൂശന്മേൽ തറച്ച്, നല്ലപോലെ മാറി മാറി അടിച്ച്, നല്ലപോലെ പരിഹസിച്ച്, നല്ലപോലെ കർത്താവിനെ ഉപദ്രവിച്ച്, കർത്താവ് പറയും ഞാൻ നല്ലപോലെ വില കൊടുത്ത് നേടിയതാ എൻ്റെ അനുഗ്രഹം. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. എൻ്റെ കൂടെ പറഞ്ഞിട്ട് ഞാൻ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറ. എൻ്റെ അത്ഭുതം ഞാൻ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറ. എൻ്റെ കർത്താവ് എനിക്ക് എന്റെ വേണ്ടി അത്ഭുതം ഞാൻ ക്രൂശിൽ വിട്ടുകൊടുക്കത്തില്ല. ത്യാഗം ചെയ്ത് മേടിച്ചതെന്ന് പറ. എന്റെ എന്റെ കർത്താവിന്റെ ക്രൂശിൽ ത്യാഗം ചെയ്തു വാങ്ങി എന്റെ അനുഗ്രഹം ഞാൻ വിട്ടുകൊടുക്കില്ല. നിങ്ങളൊന്ന് തീരുമാനിക്കണം. 2 ദിവസം പ്രാർത്ഥിച്ചിട്ട് 3-ാം ദിവസം പിശാച് വന്നിട്ട് പറയാം ഒന്നും കാണുന്നില്ലല്ലോ, കണ്ടില്ലേ, നിന്റെ ഗതിയും അവരെ പോലെയാ. ഇതേപോലെ കുറെ പ്രാർത്ഥിച്ചവരുണ്ടായിരുന്നല്ലോ, അവർക്കും കിട്ടിയില്ല, നിനക്കും കിട്ടിയില്ല. ഉടനെ പറയണം ഇല്ലടാ പിശാചേ, കാരണം എൻ്റെ യേശു കഷ്ടപ്പെട്ട് മുറിവേറ്റ് തകർക്കപ്പെട്ട് എനിക്ക് വേണ്ടി ക്രൂശിൽ വില കൊടുത്ത് മേടിച്ചതാ. ഞാനത് അവകാശമാക്കുക തന്നെ ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ വചനം പറഞ്ഞ് ഞാനത് കാണും. മനസ്സിലാകുന്നുണ്ടോ? വചനം പറഞ്ഞ് ഞാനത് നേടും. ആമേൻ, ഹല്ലേലൂയ. ഇതാണ് സൃഷ്ടിക്കപ്പെടുക, വചനത്തിന് രൂപമാറ്റം. ഇങ്ങനെ നിങ്ങളൊരു തീരുമാനം എടുത്തോണ്ടല്ലോ, നിങ്ങൾക്ക് വേണ്ടി വചനം ചലിക്കാൻ തുടങ്ങും. വചനത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വചനത്തിൻ്റെ ഒരു സ്വഭാവം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് മനസ്സിലാക്കാം, അത് പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനത്തിനൊരു സ്വഭാവമുണ്ട്. വചനത്തിനൊരു സ്വഭാവം കേട്ടോണം. അത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലായി. എനിക്ക് ഈ വചനം എപ്പോഴും എൻ്റെ മനസ്സിൽ വരുമ്പോൾ വചനത്തിൻ്റെ സ്വഭാവം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് അല്ലേ. വചനത്തിൻ്റെ സ്വഭാവമുണ്ട്. വചനത്തിൻ്റെ സ്വഭാവം ഞാൻ വായിക്കാം. ഹബക്കുക്കിൻ്റെ പുസ്തകത്തിലാണ്, അതിൻ്റെ 3-ാം അധ്യായമാണ്. അത് ഞാനിപ്പോൾ കാണിക്കാം. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഹബക്കുക്കിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 2-ന്റെ 3 ഹബക്കുക്ക്. പഴയ നിയമം ഹബക്കുക്ക് 2-ന്റെ 3. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റത്തില്ല, അത് വൈകിയാലും കാത്തിരിക്കുക, അത് വരും നിശ്ചയം. നിങ്ങൾ ആ വാക്ക് കണ്ടോ? അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. വചനം ഇങ്ങനെ അങ്ങോട്ട്, ഞാൻ പറഞ്ഞില്ലേ, ഈ ജീവനുള്ള ഒരു നിങ്ങളിപ്പം ജീവനുള്ള ഒന്നിനെ പിടിച്ച് ഒരു മുറിക്കകത്ത് പൂട്ടിയിട്ടാൽ അത് ഒരു ഡെഡ് ബോൾ കിടക്കുന്ന പോലെ കിടക്കുവോ? ഇല്ല. അത് നിങ്ങളൊരു ജീവനുള്ള ഏതിനെ, മനുഷ്യനെ ആയിക്കോട്ടെ മൃഗത്തെ ആയിക്കോട്ടെ, ജീവനുള്ളതിനെ ഒരു ചെറിയ മുറിക്കകത്ത് പൂട്ടിയിട്ടാൽ അത് കുറെ കഴിയുമ്പോൾ അത് വിശക്കുകയും അതിന് ഇറിറ്റേഷൻ ഉണ്ടാകും. അത് വാതിലെ വന്ന് മുട്ടും തട്ടും കാറും കൂകും ബഹളം ഉണ്ടാക്കും. ജീവനുള്ളതിന് ചലിക്കുവാൻ കഴിയും. വചനം പറയുന്നു ദൈവത്തിൻ്റെ അതൊരു ദർശനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു ആലോചന, അത് വചനമാണ്. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാ. മനസ്സിലാകുന്നുണ്ടോ? അതിങ്ങനെ ബന്ധപ്പെടുകയോ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വെളിപ്പെടുവാൻ. അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്കൊന്നും കിട്ടത്തില്ല. വചനം ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുക. ആരുടെ ജീവിതത്തിലാണ് ഒന്ന് പ്രവർത്തിക്കേണ്ടത്, ആരുടെ ജീവിതത്തിലാണ് ഒന്ന് വെളിപ്പെടേണ്ടത്. ബൈബിളിൽ നോക്കിയേ, അത് കാത്തിരിക്കുക, അത് വരും നിശ്ചയം. അത് ശ്രദ്ധിച്ച് അവസാനത്തെ വാക്യം ഒന്ന് വായിക്കാം. അത് വരും നിശ്ചയം. ഷുവറായിട്ടും മനസ്സിലായോ? ഷുവറായിട്ടും വരും, കിട്ടിയിരിക്കും. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, മെഡിസിൻ കഴിക്കുന്നത് പോലെ ഒരു തീരുമാനം എടുത്തേ. യേശു എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട, നമ്മളതിനെ കാണാതെ പോകരുത് കേട്ടോ. നമ്മളിത് കാണാതെ പോകരുത്. യേശു ക്രിസ്തു വന്നിട്ട് സ്വർഗത്തിൽ നിന്ന് കുറെ ഗോൾഡുമായിട്ട് വന്ന്, സ്വർഗത്തിൽ നിന്ന് കുറെ കാശുമായിട്ട് വന്നിട്ട്, സ്വർഗത്തിൽ നിന്ന് കുറെ കാശുമായിട്ട് വന്ന്, കുറെ സ്വർണ്ണങ്ങളും ദൂതന്മാരുടെ കയ്യിൽ കുറെ താലന്തും ഒക്കെ ആയിട്ട് വന്നിട്ട് പിലാത്തോസിൻ്റെയും ഹെരോദാവിൻ്റെയും യഹൂദൻ്റെയും കോടി കൈ കൊടുത്തിട്ട് എല്ലാവരെയും വിട്ടു തരാനുള്ള നന്മ തരാമെന്ന്, അല്ലെങ്കിൽ പിശാചിൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് ഈ പിള്ളേരെ വിട്ടു തരാനുള്ള നന്മ കൊടുത്തൊന്നും അല്ല. കർത്താവ് നിങ്ങളുടെ പാപമാണ് നിങ്ങളെ തടസ്സപ്പെടുത്തിയത്. മനുഷ്യൻ്റെ നന്മയെ മുഴുവൻ കെടുത്തിക്കളഞ്ഞത് പാപവും ശാപവുമാണെങ്കിൽ അത് വേണ്ട മുഴുവൻ വിലയും സ്വർഗത്തിൽ ദൈവത്തിന് കൊടുത്തിട്ട് നിങ്ങളെ സ്വാതന്ത്ര്യം നൽകി നിങ്ങളെ അവകാശിയാക്കി മാറ്റി. എനിക്കൊരു നമ്മൾ ശ്രീയേശു നാമം അതിശയനാമം എന്നൊരു പാട്ടുണ്ട്. എത്ര പേര് ആ പാട്ട് കേട്ടിട്ടുണ്ട്? ശ്രീയേശു നാമം അതിശയനാമം. ആമേൻ. അതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, പലപ്പോഴും ഞാൻ ആ പാട്ട് പാടുമ്പോൾ ആൾക്കാർ പറയും എപ്പോഴും ബ്രദറിന് ആ പാട്ട് ഉള്ളൂ എന്ന് എന്നെ അറിയാവുന്നവരെപ്പോഴും പറയും. എനിക്ക് ആ പാട്ടിൻ്റെ അതൊരു മാതിരി ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ആ പാട്ട് ഇങ്ങനെ കേൾക്കുന്നത്, അന്യൻ എന്ന മേലെഴുത്ത് എന്നേക്കുമായി നീക്കി തന്ന ഉന്നതന്റെ വന്ധ്യനാമം എന്ന് പറഞ്ഞത്. അന്യൻ എന്ന മേലെഴുത്ത്, അതാണ് നമ്മൾ ബൈബിളിലൊരു വാക്യം. അത് അന്യനും പരദേശിയുമായിരുന്ന എന്നെ ദൈവത്തിൻ്റെ അവകാശിയും ദൈവത്തിൻ്റെ ഭവനക്കാരനുമാക്കി മാറ്റി യേശു. ആ വരി പാടുമ്പോൾ എനിക്കിപ്പോഴും ഭയങ്കര ഒരു ബലവാ. അന്യൻ എന്ന മേലെഴുത്ത് എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം.
ആ നാമത്തെ നമ്മൾ വിളിക്കേണ്ടത്. നമ്മൾ അന്യനല്ല, അവകാശിയാണ്. അവകാശി, എൻ്റെ കൂടെ പറ, ഞാൻ അന്യനല്ല, അവകാശിയാന്ന് പറ. എറിഞ്ഞു തരുന്ന അപ്പക്കഷ്ണം തിന്നാൻ നിൽക്കുന്ന ഞാൻ നായ്ക്കുട്ടിയല്ലെന്ന് പറ. അന്യനല്ല, ആ എറിഞ്ഞു തരുന്ന അവകാശിയാണ്. എറിഞ്ഞു തരുന്ന എൻ്റെ കൂടെ പറഞ്ഞ എറിഞ്ഞു തരുന്ന അപ്പക്കഷ്ണത്തെ കഴിക്കാൻ നിൽക്കുന്ന നായ്ക്കുട്ടിയല്ല ഞാൻ, ഞാൻ അപ്പൻ്റെ അവകാശിയാന്ന് പറ. എറിഞ്ഞു തരുന്ന അപകർഷണം കഴിക്കാൻ നിൽക്കുന്ന നായ്ക്കുട്ടിയല്ല ഞാൻ അപ്പന്റെ മകനാണ്. ആമേൻ, ആമേൻ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പന്റെ മകനാണ്, അവകാശിയാണ്. രോഗം മാറിയില്ലെങ്കിൽ സാരമില്ലെന്നല്ല, യേശു ഞാൻ പറഞ്ഞില്ല, കഴിയുമെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് മൂവി സിനിമ കിട്ടും, യൂട്യൂബിലൊക്കെ ഉണ്ട്. അതൊക്കെ കഷ്ടപ്പെട്ട് അവർ പിടിച്ചേക്കുന്നത്, അതൊക്കെ ഒന്ന് കാണണം. ആ ക്രൂശീകരണം മാത്രം ഒന്ന് കാണണം. എന്നിട്ട് പറയണം, നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. യേശു എനിക്ക് വേണ്ടി വില കൊടുത്തു. യേശു എനിക്ക് വേണ്ടി. നമ്മുടെ മനസ്സിനെ പലപ്പോഴും കലക്കി കളയും. അവിടെയാ പലപ്പോഴും ഞാൻ ഉൾപ്പെടെ എപ്പോഴും പറയാറില്ലേ, നമ്മുടെ മനസ്സ് പെട്ടെന്ന് എന്തെങ്കിലും കേൾക്കുമ്പോൾ കാണുമ്പം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ മനസ്സിനെ അങ്ങോട്ട് കലക്കുക. എന്താ കലക്കെന്നറിയാവോ? കലക്കിയിട്ട് പറയും അത് കിട്ടാൻ പോണില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വില കൊടുത്തതാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാ? മേടിച്ചു എന്ന് അതിൻ്റെ അർത്ഥം. മേടിച്ചു. ആ മേടിച്ചുവെങ്കിൽ എനിക്കത് കാണണം, മേടിച്ചെങ്കിൽ എനിക്കത് അനുഭവിക്കണം. യേശു വില കൊടുത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കള്ളം പറയത്തില്ല കർത്താവ്. ഇപ്പം നിങ്ങൾ പിള്ളേരെയൊക്കെ പണ്ട് പറ്റിക്കത്തില്ല, നമ്മളെയൊക്കെ പണ്ട് പറ്റിക്കുമായിരുന്നു. മേടിച്ചുകൊണ്ട് വന്നു, അയ്യോ ഞാൻ മറന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുപ്പത്തിലൊക്കെ പറ്റിക്കും അല്ലേ? പിള്ളേരത് വിശ്വസിക്കും. പക്ഷേ യേശു അങ്ങനെ പറയത്തില്ല. ദൈവം വില കൊടുത്തു എന്ന് പറഞ്ഞാൽ, വില കൊടുത്ത് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മേലെ അത് വന്നു കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ ആ വചനം പറഞ്ഞിട്ട് പറയും, എനിക്ക് ബലം വേണം, എനിക്ക് സൗഖ്യം വേണം. ഇത്ര നാൾ ഞാൻ പ്രാർത്ഥിച്ച കർത്താവ്, ഇനി എനിക്ക് പറ്റത്തില്ല, എനിക്ക് വേണം. നമ്മളത് അങ്ങനെ നമ്മൾ പറയുമ്പോൾ നാം ദൈവത്തോട് നിർബന്ധിക്കുകയല്ല, നമ്മുടെ സാഹചര്യത്തോട് നമ്മൾ ബലപ്പെടുത്തുക, സാഹചര്യത്തെ നമ്മൾ പിടിച്ചടക്കുക. എനിക്കത് വേണം, എനിക്കത് കിട്ടിയേ പറ്റത്തുള്ളൂ. കാര്യം എന്നാ? ദൈവം അതിനു വേണ്ടിയുള്ള വില കൊടുത്തല്ലോ. എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ ക്രൂശ് മാഞ്ഞു പോകുക. അതുകൊണ്ടാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വരച്ച് കിട്ടിയിട്ട് നിങ്ങളെ ശൂദ്രം ചെയ്ത് മയക്കുവൻ ആരെന്ന് പൗലോസ് ലീഗ ചോദിക്കാൻ കാരണം അതുകൊണ്ടാണ്. ക്രൂശിനെ നോക്കണം എപ്പോഴും. ക്രൂശ് നോക്കിയിട്ട് വേണം എപ്പോഴും പ്രാർത്ഥിക്കുക. വീട്ടിൽ വെച്ചുകൊണ്ട് ഒരു കുരിശെ നോക്കി പ്രാർത്ഥിക്കാൻ വീണ്ടും തെറ്റിദ്ധരിക്കല്ലോ കേട്ടോ. കുരിശെ നോക്കി പ്രാർത്ഥിക്കാനല്ല ഞാൻ പറഞ്ഞത്, ക്രൂശീകരണത്തെ മനസ്സിൽ ധ്യാനിക്കണം. പേടിറ്റോൾ സകലതും വില കൊടുത്തു കഴിഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ നമ്മൾക്കത് കേൾക്കാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ എവിടെയാ തുടങ്ങിയത്? വചനം സൃഷ്ടിക്കപ്പെടുന്നതാണ്. വചനത്തിന് ജീവനുണ്ട്, അതിന് രൂപമാറ്റം സംഭവിക്കും. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഇന്ന് നിങ്ങൾ മലയാളത്തിൽ പറയുന്ന വചനം നാളെ എനിക്ക് എന്തായി മാറും? ഇന്ന് മലയാളത്തിൽ പറയുന്ന വചനം നിങ്ങൾക്ക് എന്തായി മാറും? നാളെ അത്ഭുതമായിട്ട് മാറും. അനുഗ്രഹമായി അത്ഭുതമായി മാറും. മാറും. എന്തത്ഭുതം? സൃഷ്ടിപ്പ് നടക്കും. എന്ത് സൃഷ്ടിപ്പ്? വ്യക്തമാക്കണം. എന്ത് സൃഷ്ടിപ്പ്? ഒരു ഉദാഹരണം പറ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം, അല്ല ഞാൻ ചാടിക്കറി പറയും. ആ കേസിൽ നമ്മൾ വിജയകര അത്ഭുതമായി രക്ഷപ്പെടും. നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്ന വിഷയം, ഇപ്പം ഒരിക്കലും ഒരു ദോഷവും വരത്തില്ലെന്ന് പറഞ്ഞാൽ ആ വിഷയം എനിക്ക് വിരോധമായിട്ടായിരിക്കും നിൽക്കുന്നത്. പക്ഷെ ഞാൻ ഈ പറയുന്ന മലയാളത്തിലെ വചനം നാളെ എനിക്ക് എൻ്റെ വിഷയത്തിൻ്റെ മറുപടിയായി മാറും. അതിപ്പോൾ ഞാൻ രോഗിയായിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ എനിക്ക് എന്തായി മാറും ഈ വചനം? എന്താണോ എന്നെ രോഗിയാക്കിയത്, ഏത് അവയവമാണോ എന്നെ രോഗിയാക്കിയത്, കിഡ്നി ആയിക്കോട്ടെ, ഏതാണോ അത് പുതുതായിട്ട് വരും, സൃഷ്ടിക്കപ്പെടും. റിപ്പയർ ചെയ്യുവല്ല, സൃഷ്ടിക്കപ്പെടും. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, സൃഷ്ടിക്കപ്പെടും എന്ന് പറയാം. അതിൽ കുറഞ്ഞൊന്നും പിടിക്കരുത്. പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം ഇച്ചിരി കുറവുണ്ട്. തൃപ്തി വരരുത്. ഇച്ചിരി കുറവല്ല വേണ്ടത്. അത് എന്താണോ പുതിയത് എങ്ങനെ പ്രവർത്തിക്കുന്നോ അതേപോലെ തന്നെ. ഞാനൊരു ഉദാഹരണം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങളിവിടെ ഒരു വാക്യൂം ക്ലീനർ മേടിച്ച സമയത്ത് നമ്മുടെ നാട്ടിലുമൊക്കെ ഉണ്ടത്. അത് മേടിച്ചതിന് ശേഷം ഞങ്ങളൊരു മാസം യൂസ് ചെയ്തിട്ട് അത് ഭയങ്കര കംപ്ലൈൻറ്റാണ്. അതിങ്ങനെ അതിൻ്റെ നോസിൽ ഇങ്ങനെ ഊരിപ്പോകുന്നു, ഭയങ്കര പ്രശ്നമാണ്. അത് എത്ര നോക്കിയിട്ടും ശരിയാകുന്നില്ല. അപ്പോൾ ഇച്ചിരി വില കൊടുത്ത് അത് മേടിച്ചത്. അപ്പം ഞങ്ങളത് റിപ്പയർ, അതിന് ചിലപ്പോൾ അതിൻ്റെ നോസ് പോയതായിരിക്കാം, എന്തോ ഉള്ളതിന് അറിയത്തില്ല. ഒരു മാസം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് ഉപയോഗിച്ചു. അപ്പം ഞങ്ങൾ ഓർത്തത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, ഇത് നമ്മൾ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ അങ്ങനെ ആയിരിക്കുമെന്നാണ് ഓർത്തുകൊണ്ടിരുന്നത്. പക്ഷെ അതങ്ങനെ പിന്നീട് ഞങ്ങൾ വേറെ തിരക്കിയപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ഊരി പോകത്തൊന്നുമില്ല, നല്ല സ്ട്രോങ് ആണ്, അത് പോകത്തില്ലെന്നാണ് പറഞ്ഞത്.
അപ്പം ഞങ്ങൾ ഇവരുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പം ഇന്നപോലെ ഞങ്ങൾ കുറേ നേരം ഇവരോട് പറയുവാണെങ്കിൽ ഞങ്ങൾ കുറേ ട്രൈ ചെയ്തു, അങ്ങനെ പിടിച്ചു നോക്കി, ഇവിടെ പിടിച്ചു നോക്കി, തിരിച്ചു വെച്ച് നോക്കി, ഹോസ്റ്റലിൽ വെച്ച് നോക്കി. ഇതെല്ലാം കേട്ടിട്ട് ഒടുവിൽ അവരൊരു വാക്ക് പറയുകയാണ്, ഒരു കാര്യം ചെയ്യും, നാളെ ഞങ്ങൾ റീപ്ലേസ് ചെയ്ത് പുതിയ സാധനം തരാം. തീർന്നു. അപ്പം ഞങ്ങളിങ്ങനെ നോക്കും, ഞങ്ങൾ ഓർത്തത് അവർ പറയുകയാണ്, ആ നോക്കട്ടെ, അത് ഗ്യാരണ്ടി നോക്കട്ടെ, വാറണ്ടി ഉള്ളതല്ലേ, അത് റിപ്പയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ക്യൂസുകൾ അവരിങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതൊക്കെ ഞങ്ങൾ ഓർത്തത്. കുറേ കേട്ടിട്ട് അവർ പറയുകയാണ്, ഒരു കാര്യം ചെയ്യും, നാളെ പുതിയ സാധനം ഡെലിവറി ചെയ്തേക്കാം, പഴയത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വന്നപ്പോൾ രാവിലെ അവർ പറഞ്ഞ പോലെ തന്നെ പുതിയത് കൊണ്ടുവന്ന് വെച്ചു, പഴയത് എടുത്തുകൊണ്ട് പോയി. ഈ ലോകത്തിൽ നടന്നതാ. ഈ ലോകത്തിൽ അങ്ങനെ നടക്കുമെങ്കിൽ കേടായത് റിപ്പയർ ചെയ്യാതെ കമ്പനിക്കാർ തിരിച്ചെടുത്തിട്ട് പുതിയത് തരുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം എന്താ ചെയ്യാൻ പോകുന്നത്? റിപ്പയർ ചെയ്യുവോ പുതിയത് തരുവോ? നിങ്ങൾ പറ. പുതിയത് ഈ ദിവസം എൻ്റെ കിഡ്നി ആയിക്കോട്ടെ, കരളായിക്കോട്ടെ, ഹാർട്ട് ആയിക്കോട്ടെ, ലിവർ ആയിക്കോട്ടെ, പാൻക്രിയാസ് ആയിക്കോട്ടെ, അസ്ഥി ആയിക്കോട്ടെ, ഞരമ്പായിക്കോട്ടെ, ബ്ലഡ് ആയിക്കോട്ടെ, എന്തുവായിക്കോട്ടെ, പുതിയത് സൃഷ്ടിക്കുക. വചനത്തിന്റെ പ്രത്യേകത എന്തുവാ? വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്തായി തീർന്നു? സൃഷ്ടിച്ചു. ദൈവം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചു. ഈ ദിവസങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ പോവുക. നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന സകലത്തെയും വെട്ടിമാറ്റി കർത്താവ് അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ പോവുക. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തേ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. നിങ്ങൾ ആമേൻ കുറയുമ്പോൾ ഞാൻ പ്രാർത്ഥന പെട്ടെന്ന് പ്രാർത്ഥനകൾ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ബലം കുറവാണെങ്കിൽ ഞാൻ പയ്യെ ഡ്യൂറേഷൻ കുറയ്ക്കും. വചനത്തിന്റെ ഡ്യൂറേഷൻ ആഗ്രഹമുണ്ടോ മുന്നോട്ട് പിന്നെയും പോകാൻ? അതോ മടുത്തോ? ആമേൻ. വളരണം. നമ്മുടെ സ്ഥിതികൾ മാറും, നമ്മൾ അത്ഭുതം കാണും, നമ്മുടെ സ്ഥിതി മാറും. യേശുവിന്റെ നാമത്തിൽ നമ്മൾ അസാധ്യങ്ങൾ സാധ്യമായത് കാണും. എന്നാ വലിയ പ്രതികൂലമാണെങ്കിൽ യേശു എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കും. കാര്യം എനിക്ക് വേണ്ടി ക്രൂശി മരിക്കാൻ മടി കാണിക്കാത്ത കർത്താവിനാണോ എൻ്റെ ഈ പ്രതികൂലത്തിൽ ഇറങ്ങി വരാൻ മടിയായിട്ട് നിൽക്കുന്നത്? എപ്പോഴും ഓർത്തോണം, എപ്പോഴും ക്രൂശ നോക്കണം. കാൽവരി ക്രൂശിൽ 3 ആണികൾ നഗ്നനായി കിടന്ന് തറയ്ക്കപ്പെട്ടു മുറിവേറ്റ് വേദനിക്കുവാൻ യേശുവിന് എനിക്ക് വേണ്ടി മടിയില്ലെങ്കിൽ ഈ ലോകത്തിലെ വിഷയത്തിൻ്റെ അകത്ത് കർത്താവ് ഇറങ്ങി വരാതിരിക്കുമോ? ഈ ദിവസം തിരിച്ചറിഞ്ഞാൽ ഞാൻ അത്ഭുതം കാണാതെ തിരിച്ച് മാറത്തില്ലെന്ന് പറ, അഡ്ജസ്റ്റ് ചെയ്തില്ലെന്ന് പറ. ഇത് നിങ്ങൾ പറയുമ്പോൾ തന്നെ ബുദ്ധി പറയും, മനസ്സ് പറയും, ബുദ്ധി പയ്യെ പറയും. അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണ്. ദൈവം തന്നാൽ മേടിക്കണം. അപ്പം നമ്മുടെ ബുദ്ധി പറയും, ബ്രദറെ അങ്ങനെയല്ലല്ലോ, നമ്മൾ ദൈവം തരുന്നതല്ലേ, അങ്ങനെ ദൈവത്തോട് നമുക്ക് വാശി. ദൈവം പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ചോദിക്കുന്നത്, മനസ്സിലായോ? കർത്താവ് പറഞ്ഞു, എൻ്റെ രോഗസൗഖ്യത്തിനും എൻ്റെ അനുഗ്രഹത്തിനും എൻ്റെ തലമുറയ്ക്കും എനിക്ക് എന്തൊക്കെയാണോ എൻ്റെ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ അതിനൊക്കെ യേശു വില കൊടുത്തു എന്ന് ബൈബിളിൽ നമ്മൾ വ്യക്തമായി കേട്ടുകൊണ്ടിരിക്കുക ദിവസങ്ങളിൽ. അതാ നമ്മൾ പറയുന്നത്. അല്ലാതെ കർത്താവിനെ നമ്മൾ നിർബന്ധിക്കുകയൊന്നുമല്ല. ദൈവം തന്ന സാധനത്തെ നമ്മൾ ചോദിക്കുക, അപ്പം എനിക്കത് കാണുന്നില്ല, എനിക്കത് കാണണം, അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. അല്ലാതെ നമ്മൾ ദൈവത്തെ നിർബന്ധോർത്താവേ ഇല്ലാത്തത് കാര്യം ഞാൻ ദൈവത്തോട് അഹങ്കാരമാണ്, ക്ഷമിക്കണം, ഞാൻ എൻ്റെ അറിവില്ലായ്മയാണ്, ക്ഷമിക്കണം. ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടിയിരിക്കും. അങ്ങനെ കിട്ടിയിരിക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ ആരെന്തൊക്കെ പറഞ്ഞാലും, പിശാചിനെ തലകുത്തി മറിഞ്ഞു എന്ന് പറഞ്ഞാലും, പിശാചെ നീ എത്ര കടന്ന് കറങ്ങിയാലും എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന മുഴുവൻ അവകാശവും ഞാൻ അനുഭവിക്കും. ഈ മനോഭാവമായിരിക്കണം നിങ്ങളുടെ അകത്ത് കയറേണ്ടത്. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. വലിയ പ്രവൃത്തികളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യുവാൻ ഇടയായിത്തീരും. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇനി രോഗികളായി ഭാരപ്പെടുന്നവർ പറയണം, യേശു എൻ്റെ ഏത് അവയവമാണോ, എല്ലാ രോഗത്തിനും ഒരു പിന്നിലൊരു കാരണമുണ്ടല്ലോ. നമുക്കറിയാം അല്ലേ, നമുക്ക് നമ്മുടെ രോഗത്തിൻ്റെ പിന്നിൽ ഏതെങ്കിലും ഒരു അവയവത്തിൻ്റെ കേടാണ് അതിൻ്റെ കാര്യം. അതിൻ്റെയാണ് റിപ്പോർട്ടുകൾ നമ്മൾ കാണുന്നത് അല്ലേ. മെഡിക്കൽ റിപ്പോർട്ടുകൾ നമുക്ക് പറഞ്ഞു തരുന്നത് എന്നാണ്, ഇന്ന വിഷയം, ഇന്ന കാര്യം, ഇന്നത് പോയി, അല്ലെങ്കിൽ ഇന്നത് കൊണ്ടാണ് ആ പ്രോബ്ലം. ഡോക്ടർമാർ ഇത് കറക്റ്റായിട്ട് പറഞ്ഞു. ഡോക്ടർ പറയും ചിലപ്പോൾ ചികിത്സിക്കാം, ചിലപ്പോൾ ചികിത്സയില്ല. അപ്പം നിങ്ങൾക്ക് കാരണം കിട്ടിയല്ലോ. ഇനി കാരണം അറിയത്തില്ല ബ്രദർ, എനിക്കറിയത്തില്ല. എന്നാൽ ഏതാണോ എൻ്റെ ആന്തരിക അവയവം, ഞാൻ അതിനോട് കൽപ്പിക്കുന്നു, യേശു അത് പുതിയത് സൃഷ്ടിക്കുവാനുള്ള വില യേശു ക്രൂശി കൊടുത്തു. കർത്താവിന് റിപ്പയർ ചെയ്യാൻ സമയമില്ല. നിങ്ങളുടെ ഹാർട്ടും കരളും ഹൃദയവും എല്ലാം പുറത്തെടുത്ത് പിന്നെ അതിൻ്റെ കംപ്ലൈൻ്റ് എല്ലാം കണ്ടുപിടിച്ച് എന്നെ ബുദ്ധിമുട്ടാത്. ഞരമ്പിലോട്ട് ഏത് ബ്ലോക്കാണോ ആ ബ്ലോക്കിലോട്ട് പോകുന്ന ഞരമ്പ് ഏതാണോ അതിങ്ങനെ കുത്തിയിരുന്ന് കണ്ടുപിടിച്ചു അത് പിന്നെ റിപ്പയർ ചെയ്യാൻ യേശുവിന് സമയമില്ലെന്ന് പറ. യേശുവിന് സമയമില്ലെന്ന് പറ. യേശുവിന് സമയമില്ല.
കർത്താവിന് സമയമില്ല. കർത്താവ് എന്നാ ചെയ്യാൻ പോകുന്ന അറിയാമോ? എന്താണോ അതിൻ്റെ കംപ്ലൈൻറ്റ്, ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന രോഗത്തിൻ്റെ കംപ്ലൈൻറ്റ് ഏത് അവയവമാണോ, എവിടെയാണോ പ്രോബ്ലം, എൻ്റെ കൂടെ പറ, യേശു അത് പുതിയതിന് വേണ്ടിയുള്ള വില കൊടുത്തു. ആ മരുന്ന് അങ്ങെടുത്ത് കഴിച്ച് യേശുവിൻ്റെ നാമത്തിൽ ബ്ലഡിലെ കൗണ്ടുകൾ നോർമൽ ആകുകയാണ്. പ്രാർത്ഥിച്ചു നിങ്ങൾ. അയ്യോ, ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു, പുതിയ അവയവങ്ങൾ സൃഷ്ടി. എന്നോട് കർത്താവ് പറഞ്ഞതാ, ക്രിയേറ്റീവ് ആൻഡ് ഇൻസ്റ്റന്റ്ലി മിറക്കിൾസ് കാണാൻ പോവാ. പുതിയ അവയവങ്ങൾ ഉണ്ടായി വരും, പുതിയ യൂട്രസുകൾ ഉണ്ടായി വരും. ഇത് കേൾക്കുന്നവൻ ചിരിക്കട്ടെ, അവൻ കളിയാക്കട്ടെ, കളിയാക്കുന്നവൻ കളിയാക്കി അവൻ പൊട്ടിച്ചിരിക്കട്ടെ. പണ്ട് സാറാമ്മച്ചി പൊട്ടിച്ചിരിച്ചു, പക്ഷെ അവസാനം സാറാമ്മച്ചീനെ കൊണ്ട് തന്നെ കർത്താവ് പറയിപ്പിച്ചു, കർത്താവെ നീ എനിക്ക് ഇസഹാക്കിനെ തന്നല്ലോ എന്ന്. അതുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്നവനെ നോക്കി കരയരുത് കേട്ടോ. പരിഹസിക്കുന്നവൻ്റെ പുറകെ പോകരുത്. നിങ്ങളെ കുത്തുന്നവൻ്റെ വാക്ക് കേൾക്കരുത്. ദൈവത്തെ നോക്ക്. എൻ്റെ കർത്താവ്, ഇവൻ പരിഹസിക്കുന്നത് എവിടെയും വരെയാണെന്നറിയോ? എനിക്ക് അത്ഭുതം, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നത് വരെ ഇവൻ ചിരിക്കും, കളിയാക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചിരിക്കും. അല്ല, നിങ്ങൾ ഇപ്പോഴേ ചിരിച്ചോണം. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിച്ച രോഗ്യത്തോട് കൽപ്പിക്കുന്നു, യേശുവെ, ഞങ്ങൾ ഇന്ന് കണ്ട അത്ഭുതങ്ങൾ ഇനിയും നടക്കും, ഇനിയും അത്ഭുതം നടക്കും, ഇനിയും അത്ഭുതം നടക്കും. പുതിയ അവയവങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, പുതിയ അവയവങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഷുഗർ ആയിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, വൃക്ക ആയിക്കോട്ടെ, കിഡ്നി ആയിക്കോട്ടെ, പാൻക്രിയാസ് ആയിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഏത് രോഗവും, ഏത് അവയവങ്ങളും. നിങ്ങൾ മ്യൂട്ട് മാറ്റേണ്ട, നിങ്ങൾ മ്യൂട്ട് മാറ്റാതെ നിങ്ങളുടെ അകത്തിരുന്നുകൊണ്ട്, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് പറഞ്ഞാൽ മതി. കൈ വെച്ചിട്ട് പറയണം, കർത്താവെ, റിപ്പയറിങ് എനിക്ക് വേണ്ട. യേശു റിപ്പയർ ചെയ്യത്തില്ല, യേശു പുതിയ സൃഷ്ടിക്കുന്നതാണ്. കാഴ്ചയില്ലാത്ത കുരനോട് യേശു പറഞ്ഞത്, നിന്റെ കണ്ണിന്റെ ലിഗമെന്റ് പോരിക്കുന്നു, നിന്റെ ഞരമ്പ് കംപ്ലൈന്റ് ആയിരിക്കുന്നു എന്നൊന്നും യേശു പറഞ്ഞില്ല. അവിടെ കർത്താവ് പറഞ്ഞു, നിന്റെ കാഴ്ച കിട്ടിയിരിക്കുന്നു, പൊക്കോ, കാഴ്ച കിട്ടിയിരിക്കുന്നു. എൻ്റെ അർത്ഥം പുതിയ കണ്ണവന് വന്നു. മുടന്തനോട് യേശു പറഞ്ഞു, കാലൂന്നി എണീക്കുക. എൻ്റെ അർത്ഥം നിന്റെ വളഞ്ഞിരിക്കുന്ന അസ്ഥി അവിടെ പുതിയത് വന്നിരിക്കുന്നു. അതതിൻ്റെ അർത്ഥം. ഊമനോട് പറയുക, നിന്റെ നാക്കിൻ്റെ കെട്ട് ഇപ്പോൾ ഞാൻ പൊട്ടിക്കാൻ പോവാ, നാക്കിൻ്റെ മേൽ വ്യാപരിക്കുന്ന ഞരമ്പിൻ്റെ മേൽ തടസ്സപ്പെട്ട് ഒന്നും യേശു പറഞ്ഞില്ല. ഊമൻ സംസാരിക്കുന്നു. അതിൻ്റെ അർത്ഥം പുതിയ നാവ് അവന് വന്നു, അവൻ്റെ പുതിയ അവയവം അവിടെ വന്നു കഴിഞ്ഞു. ഇതാണ് ദൈവത്തിൻ്റെ ശക്തി. ദൈവം ശക്തനാണ്, ദൈവം സർവശക്തനാണ്. ആ ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മേൽ വ്യാപരിക്കുന്നു. ഞാനതിനെ ഏറ്റെടുക്കുന്ന കർത്താവ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്നെയും എൻ്റെ കുടുംബത്തിന്, എൻ്റെ തലമുറകളെ ഏറ്റെടുക്കുന്ന അപ്പം ഒരിക്കലും ഒരായുധവും ഞങ്ങൾക്കെതിരെ ഫലിക്കത്തില്ല. ഒരിക്കലും ഒരു ദോഷവും ഞങ്ങൾക്ക് വരുത്തത്തില്ല. എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു യേശുവിൽ ഞങ്ങൾക്ക് പരിപൂർണ ജയമാണ്. ഞങ്ങൾക്ക് വിരോധമായി ഒരായുധവും ഫലിക്കത്തില്ല. ഞങ്ങൾക്ക് വിരോധമായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദുഷ്ടൻ്റെ ആശ നശിച്ചു പോയിരിക്കുന്നു, അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോയിരിക്കുന്നു. ദുഷ്ടൻ്റെ ആശ നശിച്ചു പോയിരിക്കുന്നു, അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോയിരിക്കുന്നു. ഈ നിമിഷം തന്നെ അനുഗ്രഹിക്കുന്നപ്പോൾ അത്ഭുത സൗഖ്യം. ഈ ദിവസങ്ങളിൽ കടഭാരത്തിൽ ഭാരപ്പെടുന്നതോടെ ഞാൻ പറയുന്നു, വാരി വിതരം നമ്മൾ കൊടുക്കാൻ പോവുക. ഇന്നു മുതൽ സമൃദ്ധി വന്നിരിക്കുക. ഒറ്റ പൈസ പോലും പാഴായി പോകത്തില്ല, ഒറ്റ പൈസ പോലും വായ്പ വാങ്ങത്തില്ല, ഒറ്റ പൈസ പോലും ശൂന്യമായി പോകത്തില്ല. വല കീറുമാറ് നന്മ, ഉയർച്ച തന്നെ ഉണ്ടാകത്തുള്ളൂ, താഴ്ച നമുക്ക് വരത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കുടുംബത്തിൽ സമാധാനം ഉണ്ടായി വരികയാണ്, സന്തോഷം ഉണ്ടായി വരികയാണ്, തലമുറകൾക്ക് ഐക്യത ഉണ്ടായി വരികയാണ്, കുടുംബത്തിൽ ഇടർച്ചകൾ മാറിപ്പോവുകയാണ്. പ്രാർത്ഥിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ മുന്നോട്ട് പോകാം. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ ദിവസങ്ങളിൽ മനസ്സിലായിക്കോണം, വചനത്തിന് രൂപം മാറ്റണം. ആരാ മാറ്റേണ്ടത്? നിങ്ങൾ പറ. വചനത്തിന്റെ രൂപം ആരാ മാറ്റേണ്ടത്? ബൈബിളിന്റെ അകത്തിരിക്കുന്ന മലയാളത്തിലെ വചനം രൂപം മാറണമെങ്കിൽ നിങ്ങൾ എടുത്തുപയോഗിക്കണം. യേശു നമുക്ക് അധികാരം തന്നിട്ടുണ്ട്, പേടിക്കണ്ട. ദൈവം പറഞ്ഞാൽ സംഭവിക്കുന്നത് പോലെ തന്നെ ദൈവം നമുക്കും അധികാരം തന്നു. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച അധികാരമാണ്. പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട് നിങ്ങൾ പറഞ്ഞാലും സൃഷ്ടിക്കപ്പെടും. മനസ്സിലാകുന്നുണ്ടോ? ദൈവം പറഞ്ഞപ്പോൾ വാഗൊണ്ട് ആവശ്യമില്ലാത്ത പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പറ്റില്ല. പക്ഷെ വചനം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അത് സൃഷ്ടിച്ചു തരും. അപ്പം മരുന്ന് കഴിക്കാൻ പോവാണ്. ഈ അതിനു മുമ്പ് സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ, പ്രാർത്ഥനാ വിഷയമല്ല, ആർക്കെങ്കിലും സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ പറയാം. അതിനുള്ള സമയമാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ, വേഗത്തിൽ പറഞ്ഞാട്ടെ. ഹലോ, പറഞ്ഞു. ബ്രദറെ, ഞാൻ ഒരു ദിവസം മുന്നേ പറഞ്ഞ എന്റെ ബ്രദറിന് ഇങ്ങനെ സെയിലിന് പോകുന്നത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം അവന് ടിക്കറ്റ് കിട്ടിയിട്ട് വരെ അത് ക്യാൻസൽ ആയി പോയതാണ്. ഈ പ്രാവശ്യം ടിക്കറ്റ് കിട്ടി, അവൻ ബ്രസീലിലെത്തി, ഇന്ന് ഷിപ്പിൽ കയറി. ഞാൻ കുറെ നാളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു. കൈ കിട്ടിയിട്ട് പോലും നമുക്കത്
ഉപയോഗിക്കാൻ പറ്റാണ്ടായി. പിന്നെ ഇപ്പം ഇന്ന് അവൻ ഇപ്പത്തേക്ക് ഷിപ്പിൽ കയറി കാണും. അവിടെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റത്തില്ല. രാവിലെ വിളിച്ചായിരുന്നു, മീൻസ് ഇവിടത്തെ വൈകുന്നേരത്ത് വിളിച്ചായിരുന്നു. അവിടെ ഒരു 11 ബ്രസീലിൽ 11:15 ആകുമ്പോഴത്തേക്കും അവരെ വണ്ടി വന്ന് അവര് ഷിപ്പിലേക്ക് പോകും എന്നാണ് പറഞ്ഞത്. അപ്പൊ അതൊരു എന്റെ സാക്ഷ്യമായിട്ട് ഞാൻ പറയുകയാണ്. പിന്നെ നാളെ എന്റെ കുഞ്ഞ് ഡാൻസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പം നിങ്ങളുടെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണം. തീർച്ചയായും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മുമ്പിൽ പ്രാർത്ഥനാ വിഷയം പോലെ വന്നാൽ സിസ്റ്റർ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കർത്താവ് അത് ചെയ്യും എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. പ്രിയ സഹോദരന് വേണ്ടി കർത്താവ് ഈ ദിവസങ്ങളിൽ ഇന്ന് സാക്ഷ്യം പറയുവാനും, ഇന്നലകളിലെ പ്രാർത്ഥനാ വിഷയം ഇന്നത് വിഷയമല്ല, ഇന്ന് അത് അത്ഭുത സാക്ഷ്യമാക്കി ദൈവം മാറ്റിയല്ലോ. പ്രിയ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിൽ ആ ഒരു കർത്താവ് താലന്തുകൾ വർദ്ധിക്കട്ടെ, അനേകർക്കൊരു അനുഗ്രഹമായി കുഞ്ഞ് മാറട്ടെ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, പറഞ്ഞു. എന്റെ അമ്മ സ്ട്രോക്കായി കിടക്കുമായിരുന്നു 1.5 വർഷം കൊണ്ട്. ഇപ്പൊ നടക്കത്തില്ലായിരുന്നു, വാക്കറയില്ലായിരുന്നു. ഞാൻ 2 ദിവസം കൊണ്ട് മെഞ്ഞാന്നത്തെയും ഞാൻ അതിന്റെ തലേന്നുള്ള വചനം വെച്ച് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചായിരുന്നു, അമ്മ നടക്കൂ എന്നൊക്കെ. അമ്മ ഇച്ചിരി നന്നായിട്ട് ആ വാക്കറൊക്കെ ഇല്ലാതെ ഒന്ന് നടക്കാനൊക്കെ തുടങ്ങി. എനിക്ക് അത്ഭുത സാക്ഷ്യം അത്. 1.5 വർഷം കൊണ്ട് കിടക്കുന്ന ആളാണ്. നാളെ അമ്മയുടെ ആമേൻ, birthday. ആമേൻ, ആമേൻ. പ്രിയ ഗീതാ സിസ്റ്റർ പറഞ്ഞപ്പോൾ അത് വളരെ ലളിതമായിട്ട് പറഞ്ഞെങ്കിലും വലിയൊരു കാര്യമാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. 1.5 വർഷമായിട്ട് നടക്കാത്ത അമ്മ, സ്ട്രോക്ക് വന്ന് കിടന്ന അമ്മ, അതായത് ഇന്നലത്തെ വചനം കേട്ട് ആ വചനം കേൾപ്പിച്ച് വിശ്വാസത്താൽ പ്രാർത്ഥിച്ചപ്പോ എന്ത് സംഭവിച്ചു? വാക്കറിന്റെ സഹായം ഇല്ലാതെ അമ്മ കാല് വെച്ച് നടന്നു. അമ്മ കാല് വെച്ച് അമ്മ തന്നെ പറഞ്ഞു ഞാനിന്ന് നടന്നെന്ന്. ഇതെല്ലാം അമ്മ ഇരിക്കൊണ്ട് കേൾപ്പിക്കും. അമ്മ കേട്ടോണ്ടിരിക്കുകയാണ്. ആമേൻ. ഒരുമിച്ച് വീണ്ടും ഒരു ഹല്ലേലൂയ പറഞ്ഞു. അത്ഭുതം കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ മൗനമായിരിക്കരുത്. നമ്മൾ അത്ഭുതം കേൾക്കുമ്പോൾ വാ പൊത്തി നിൽക്കരുത്. യേശു നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പം അതിന്റെ അർത്ഥം എന്നാണെന്നറിയോ? നിങ്ങൾക്ക് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക യേശു. ഇപ്പൊ ഗീതസ് പറഞ്ഞു കേട്ടില്ലേ, 1.5 വർഷമായിട്ട് സ്ട്രോക്ക് വന്ന് കിടന്നിരുന്ന അമ്മ 2 ദിവസത്തെ വചനങ്ങൾ കേട്ടു. ഏതാ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ വചനം ഓർക്കുന്നുണ്ടോ? കേട്ടത് കേൾക്കുന്നത് സൂക്ഷിച്ചോളുക, വിശ്വാസം പോലെ ഭവിക്കട്ടെ, അല്ലേ? ഞാൻ ഇതുപോലെ വൈദ്യനാണ്, എന്റെ അപ്പം വൈദ്യനാണ്, വചനം മരുന്നാണ് കഴിക്കുന്ന പറഞ്ഞ അമ്മ ഇരുത്തിക്കൊണ്ട് പറയിപ്പിക്കും ഞാനിങ്ങനെ. ഇന്ന് അമ്മയ്ക്ക് മരുന്ന് കൊടുത്തു. അമ്മയ്ക്ക് മരുന്ന് 1.5 വർഷമായിട്ട് സ്ട്രോക്കിന്റെ മരുന്ന് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ആ ശരീരത്തിന് കൊടുത്ത മരുന്ന് ഏറ്റില്ല. പക്ഷെ യേശുവിന്റെ മരുന്ന് കൊടുത്തപ്പോ എന്ത് സംഭവിച്ചു? ഉറക്കെ പറയും. യേശുവിന്റെ മരുന്ന് കൊടുത്തപ്പോ അമ്മയുടെ ശരീരത്തിൽ പിടിച്ചു. അപ്പൊ മരുന്ന് കഴിക്കാൻ മറക്കരുത്. എന്നെ ഓർമ്മിപ്പിക്കണം. നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കും, നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കണം. മരുന്ന് കഴിച്ചുകൊണ്ട് 1.5 വർഷമായിട്ട് സ്ട്രോക്കിൽ കിടന്ന അമ്മ എന്ത് ചെയ്തു? എണീറ്റ് അമ്മ തന്നെ പറഞ്ഞു നടന്നു, അല്ലേ? ഞാൻ പറയുന്നു, മരുന്ന് കഴിക്കണം. മരുന്ന് കഴിച്ചാൽ സൃഷ്ടിക്കപ്പെടും. കർത്താവ് ഇവ നിങ്ങൾ മുടക്കരുത്. ഞാൻ എപ്പോഴും പറഞ്ഞല്ലേ, വചനം ശക്തിയാ നമ്മുടെ മേൽ. ഈ കേൾക്കുന്ന നമ്മളോർക്ക് ഈ രാത്രി 9 മണിക്ക് ഇരുന്നുകൊണ്ട് ഉറങ്ങേണ്ട സമയത്ത് നമ്മൾ ഈ വചനം കേൾക്കുന്ന നമ്മുടെ ഭാവിയെ നമ്മൾ പണിയുക. നമ്മുടെ ഉയർച്ച തന്നെ പ്രാപിക്കത്തുള്ളൂ. നമ്മുടെ ഭാവി അനുഗ്രഹത്തെ നമ്മൾ പണിതുകൊണ്ടിരിക്കുക. ഇപ്പം ലോട്ടറി അടിച്ച് പരിപാടി അല്ലേ ഇത്. ബ്രദറെ, ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തു. അമ്മ കേട്ടോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ എണീറ്റ് പറഞ്ഞു, MG സ്റ്റൊമക്കിൽ എന്റെ കർത്താവെ, എന്റെ അമ്മയ്ക്ക് ഞാൻ മെഡിസിൻ കൊടുക്കുവാണേ, മരുന്ന് കൊടുക്കുവാണ്, എന്റെ അപ്പന്റെ മരുന്ന് കൊടുക്കാൻ എന്റെ അമ്മ നടന്ന് കാണണമെന്നും പറഞ്ഞു. മരുന്ന് പറഞ്ഞാൽ യേശുവിന്റെ വചനമാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. യേശുവിന്റെ വചനമാണ് മരുന്ന്. ആ മരുന്ന് ഭക്ഷിച്ച് അമ്മ നടന്നു. 1.5 വർഷമായിട്ട് കിടന്ന അമ്മ നടന്നു. കിടക്ക എടുത്ത് നടന്നു എന്ന് വചനം പറയുന്ന പോലെ നടന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, ഈ കർത്താവ് എനിക്ക് വേണ്ടി വില കൊടുത്തതാണ്, ഞാനത് കാണും. നമ്മളെ ഊട്ടി ഉറപ്പിക്കുക. നന്ദി കർത്താവ്, പ്രിയ മാതാവിന് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. ഇനിയും ഇത് പോരെ കർത്താവ്, ദേശത്തെ ഇളക്കും ഞങ്ങള്. ദേശക്കാര് പറയും, ഈ ഇതേപോലെ ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരാളില്ലെന്ന് പറയും നമ്മളെ പറ്റി. ആമേൻ. നല്ല സാക്ഷ്യങ്ങൾക്കായി നന്ദി കർത്താവ്. കേൾപ്പിച്ച സാക്ഷ്യങ്ങൾക്കായി നന്ദി. മറ്റാരെങ്കിലും ഉണ്ടോ? ജിസിസ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയേക്കുന്നത്? ഓക്കെ സിസ്റ്റർ, മ്യൂട്ട് ചെയ്തു. മറ്റാരും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂട്യൂബിലും ഫേസ്ബുക്കിലും എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, യേശു ജീവിക്കുന്നു കേട്ടോ എപ്പോഴും. മഞ്ജുസ ഞാൻ ആ ബ്രദറിന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ നെഞ്ഞു വേദനിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ചെസ്റ്റ് പെയിൻ ആണ് വേണ്ടത്.
അപ്പൊ അത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ച ശേഷം എനിക്ക് കുറവുണ്ട്. ആമേൻ. പ്രിയ ഉം. സിസ്റ്റർ വൈകുന്നേരം എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ വൈകുന്നേരം കണ്ടത് കേട്ടോ. നെഞ്ചുവേദനയായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. പ്രിയമൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ഇടയാക്കി. ഇപ്പൊ കുറവുണ്ട്, പോരാ. കുറവുള്ളത് പോരാ, പൂർണ്ണ വിടുതൽ ഇപ്പൊ ഈ സമയത്ത് ഞങ്ങളിത് കൽപ്പിക്കുന്നു. എൻ്റെ യേശുവെ, പൂർണ്ണമായ മാറ്റം ഇപ്പോൾ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് വില കൊടുത്തതാ, അതുകൊണ്ട് ഞങ്ങൾക്ക് ധൈര്യമാണ്. യേശു വില കൊടുത്തത് കൊണ്ട് പ്രിയ മകൾക്ക് സൗഖ്യം കിട്ടും. പ്രിയ മകൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടും. ഈ നിമിഷം അതിനെ പകരുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 അപ്പൊ ഇന്നത്തെ വചനങ്ങൾ യൂട്യൂബിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഞാനിവിടെ കേക്കുണ്ടോ? പറഞ്ഞു ഹലോ, ഈ പറഞ്ഞു ഒരു പ്രശ്നത്തിൽപ്പെട്ട അനിയന്മാരുണ്ട്, ചെറിയ അനിയന്മാർ, അവരെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാൻ പറയും, നമ്മളൊരു അനിയന്മാരെ കണ്ണിലോ കരടാതെ അവരുടെ കാര്യങ്ങൾ വേഗം നടക്കട്ടെ എന്ന്. അപ്പൊ ഈ ഒരു പ്രശ്നത്തിൽപ്പെട്ട് എനിക്ക് നാട്ടിൽ പോകാൻ പറ്റില്ലല്ലോ. അവരുടെ വിവാഹം ശരിയായിട്ടുണ്ടായി. ഇപ്പൊ അമ്മ ഒന്ന് വിളിച്ചു പറഞ്ഞു 2 മാസം ഒരു കല്യാണം ഉണ്ട്. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ പ്രാർത്ഥന അവരെ ഉൾപ്പെടുത്തുന്നത് സാക്ഷ്യം പറയണം തോന്നി. ആമേൻ. തീർച്ചയായും ശുചിപദർ ഒത്തിരി ഭാരപ്പെട്ട ഒരു വിഷയമായിരുന്നു. സഹോദരന്മാരുടെ ഭാവി തന്നിമിത്തം മുടക്കം വരരുന്നു. പക്ഷേ കർത്താവ് എല്ലാം നന്മയാക്കി മാറ്റുമല്ലോ. ഈ ദിവസങ്ങളിൽ അവിടുന്ന് ഒരു സന്തോഷ വാർത്ത കേൾക്കുവാൻ ഇടയാക്കിയല്ലോ. ഇനിയും മകന്റെ ജീവിതത്തിലും ഇനിയും ഒത്തിരി നന്മകളുടെ സാക്ഷ്യങ്ങൾ, വാർത്തകൾ കേൾക്കുവാൻ ഇടയാക്കട്ടെ. അനുഗ്രഹിച്ചു ചെറിയൊരു കാര്യം ഹലോ പറഞ്ഞു. പിന്നെ ഞാൻ ഇവിടെ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഹോട്ടലൊന്നും ഇല്ല, നല്ല ഹോട്ടലൊന്നും ഇല്ല. അപ്പൊ ഞാൻ ഒരാളോട് പറഞ്ഞു, ഞാൻ 1 വർഷം കൊണ്ട് ഇവിടെ ഞാൻ ഒരു ഹോട്ടൽ ഇട്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞത് വെറുതെ പക്ഷേ എനിക്ക് വഴി കാണിച്ചു തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ 1 വർഷം കൊണ്ട് ഇട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നലെ തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ ഒരു സൗദിനെ കണ്ട് ഞാൻ അയാൾ മുഖേന പെട്ടെന്ന് ഒരാളെ ബന്ധപ്പെട്ട് സൗദിനെ ഇപ്പൊ പശുധർമ്മ തന്നെ ഇതില് നമ്മൾ ഇറങ്ങി തിരിച്ച് 2-3 റൂമും പോയി കണ്ട് അയാൾ അതിന്റെ പരിപാടിക്കൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് കിട്ടിയതാണ്. എന്താ വെച്ചാൽ അതിന്റെ പരിപാടിയൊക്കെ ചെയ്യാന്ന് പറഞ്ഞ് ഹോട്ടല് മലയാളി ഇന്ത്യൻ ഫുഡിന്റെ 1 വർഷം കഴിഞ്ഞ് ചെയ്യുമെന്നാ പറഞ്ഞത്. പക്ഷെ പെട്ടെന്ന് നടന്നു. ആളെ പെട്ടെന്ന് കണ്ടുമുട്ടി കാര്യങ്ങളൊക്കെ ഒരു സാക്ഷ്യം പറഞ്ഞ ഞാൻ മനസ്സിൽ പറഞ്ഞിരുന്നു. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, എനിക്കൊരു ആഗ്രഹം ഒരു കടടാനെന്നൊക്കെ. ഒരാൾ മുഖേന എനിക്ക് അതൊന്നും നടക്കും. ഇന്ന് പോയി 2-3 റൂമൊക്കെ കണ്ട് ശരി 2 ദിവസം കൊണ്ട് വിവരം പറഞ്ഞതായിരുന്നു. പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും കർത്താവ് അത് ചെയ്യും. കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റും. ആ കാര്യങ്ങൾ ഇനിയും നടക്കട്ടെ. ഇനിയും സാക്ഷ്യങ്ങളാക്കി ദൈവം മാറ്റട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ എലക്ഷൻ നടന്നു കഴിഞ്ഞു. ബൂത്തിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ബ്രദറിനോട് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അതൊരു സമാധാനം. ദൈവത്തിന് നന്ദി. കർത്താവ് ഇന്ന് പ്രിയമളത്തിൽ ഭാരത്തോടെ അയച്ച മെസ്സേജ് ആയിരുന്നു, പ്രാർത്ഥനാ വിഷയമായിരുന്നു. കർത്താവ് അത് ഏറ്റവും സമാധാനത്തോടെ എല്ലാ കാര്യങ്ങളും അനുകൂലമാക്കി ചെയ്യുവാൻ ഇടയാക്കിയല്ലോ. നന്ദി കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു. എന്റെ ഷുഗർ ഒന്ന് കൂടുതലായിരുന്നേ. ഇന്നലെ ഇപ്പം കുറവായിരുന്നേ. ഇന്നാ കൂടിയത്. എന്നാന്നറിയത്തില്ല. പ്രാർത്ഥിക്കണേ. നമുക്ക് ഒരുമിച്ച് ഇന്ന് അരുൺ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. കർത്താവേ, നമുക്ക് ഒരുമിച്ച് ഇന്ന് കൽപ്പിച്ചാട്ടെ. പ്രിയ മകൻ്റെ ആ കൗണ്ട് നമുക്ക് കയറി ഇറങ്ങി നിൽക്കുന്ന കൗണ്ട് നമുക്ക് വേണ്ട. കർത്താവ്, ഞങ്ങളതിനെ പിടിച്ചു കെട്ടുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. പ്രിയമകൻ്റെ ആ ഒരു കർത്താവ് കൗണ്ടിനെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അത് നോർമലിലേക്ക് ഞങ്ങളതിനെ ബ്ലോക്ക് ചെയ്യുന്നു. ഇനി അത് കൂടണ്ട, കുറയണ്ട, അതിൻ്റെ നോർമലിലേക്ക് ഞങ്ങളതിനെ പിടിച്ചു കെട്ടുന്നു. ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും എന്നുള്ള യേശു തന്ന അധികാരത്തിൻ്റെ അകത്തുനിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മകൻ്റെ മേൽ ഇനി ആ മകനെ ഭാരപ്പെടുത്തുകയോ ഭയപ്പെടുത്തുകയോ ചെയ്യാതെ ഷുഗറിൻ്റെ ആ വിഷയത്തിൻ്റെ മേൽ ഞങ്ങൾ ജയമെടുക്കുന്നു, കൽപ്പിക്കുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ ഞാനേ ഹലോ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായി പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് വേറൊന്നുമല്ല, എനിക്ക് കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് പനി എന്ന് പറഞ്ഞാൽ ഭയങ്കര പനിയായിരുന്നു. അപ്പോൾ അത് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഗുളിക കഴിക്കില്ല എന്നുള്ള തീരുമാനത്തെ, മരുന്ന് കഴിക്കില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചിരുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ രോഗത്തെക്കാൾ വലിയവനാണ് എൻ്റെ പിതാവായ യേശു ക്രിസ്തു. എൻ്റെ പിതാവായ യേശു ക്രിസ്തു പൂർണ്ണമായിട്ടും എൻ്റെ അസുഖത്തെ സൗഖ്യമാക്കി നന്ദി പറഞ്ഞു. വചനത്തിൽ പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവിടുത്തെ കൈ എൻ്റെ നേരെ നീട്ടിക്കൊണ്ടിരിക്കുക. കൈ പിടിച്ച് ഞാൻ കൈ മുറുകെ പിടിച്ചിരിക്കുക. പിതാവിൻ്റെ അപ്പൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചതുകൊണ്ട് എൻ്റെ പിതാവ് വലിയവനാ, എൻ്റെ രോഗത്തെക്കാൾ വലിയവനാ, എൻ്റെ കഷ്ടപ്പാടിനേക്കാൾ വലിയവനാ. അപ്പൊ അതുകൊണ്ട്
എന്നെ അപ്രകാരം എന്നെ സൗഖ്യമാക്കിയതിനോട് നന്ദി പറഞ്ഞു. ആമേൻ. ആമേൻ. ടോമസ് പറഞ്ഞ പോലെ തന്നെ മരുന്ന് കൂടാതെ തന്നെ പ്രിയമകൻ കൊടുത്ത സൗഖ്യത്തിന് നന്ദി. ആ സൗഖ്യമാക്കിയതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ബ്രദറെ, പറഞ്ഞു. ഇവിടെ പപ്പായ്ക്ക് പനിയായിരുന്നേ. ആ വാട്സാപ്പിൽ ഇട്ടായിരുന്നു, റിക്വസ്റ്റ് ഇട്ടായിരുന്നു. അന്ന് തന്നെ പനി പോകുമെന്ന് പറഞ്ഞു. അന്ന് രാത്രി തന്നെ പനി, ഭയങ്കര വിറച്ച പനിയും ഛർദിലും ആയിരുന്നു. ഭയങ്കരമായിട്ട് പേടിച്ചു. ഇവിടെ ആരും ഇല്ലായിരുന്നുണ്ടെന്ന് ഞാൻ പ്രാർത്ഥന റിക്വസ്റ്റ് ഇട്ടു. ഇന്ന് തന്നെ ശരിയാക്കിയോളൂ എന്ന് പറഞ്ഞു എന്നോട്. അന്ന് രാത്രി തന്നെ പനി വിട്ടു. അതിന് ഒരു കുഴപ്പമില്ല. ഇപ്പം കുളിച്ച് മിടുക്കനായിട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തുതി. നന്ദി കർത്താവെ. പ്രിയ പിതാവിന് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. സ്തോത്രം. കർത്താവ് ആ അസ്വസ്ഥതയെ പിടിച്ചു കെട്ടിയ കൃപയ്ക്ക് നന്ദി. പൂർണ്ണ സൗഖ്യത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. മറ്റാരുമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല സാക്ഷ്യങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസം എൻ്റെ മനസ്സിൽ ഇപ്പോൾ വന്നൊരു കാര്യമാണ്, നിങ്ങൾ എന്താണോ നിങ്ങളുടെ വിഷയം, ഇനി മുതൽ നിങ്ങൾക്ക് ഏത് പ്രശ്നങ്ങളിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ എന്നെ കേൾക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ആ വിഷയം എഴുതി വെച്ചിട്ട്, നിങ്ങളുടെ വിഷയം എന്താണോ, രോഗമാണെങ്കിൽ രോഗം, വിഷയം എന്തോ ആയിക്കോട്ടെ, എഴുതി വെച്ചിട്ട് അതിൻ്റെ നേരെ നിങ്ങൾ എഴുതി വെക്കേണ്ടത്, യേശു ഈ വിഷയത്തിന് വേണ്ടിയുള്ള പരിഹാരത്തിനുള്ള വില കൊടുത്തു. നിങ്ങൾ അതും കൂടെ ചേർത്ത് എഴുതണം. യേശു ഈ വിഷയം, ഇത് എന്താണ് വിഷയം അത് എടുത്തു പറയണം. പിന്നെ രോഗമാണെങ്കിൽ ഇന്ന രോഗം സൗഖ്യത്തിന് വേണ്ടിയുള്ള വില യേശു കൊടുത്തു. ഇത് പറഞ്ഞുകൊണ്ട് വേണം പ്രാർത്ഥന. എൻ്റെ മനസ്സിൽ വന്നാണ്, അങ്ങനെ പറഞ്ഞു വേണം പ്രാർത്ഥിക്കാൻ. യേശു വില കൊടുത്തു, യേശു വില കൊടുത്തു, അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. യേശു വില കൊടുത്തതുകൊണ്ട് യേശു കൊടുത്ത വില, എന്തിനാണോ വില കൊടുത്തത്, അതെൻ്റെ മേൽ വന്നിരിക്കും. നന്ദി കർത്താവേ. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. സൗണ്ട് മ്യൂട്ട് ചെയ്താട്ട് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവെ എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിച്ചോട്ടെ. അത് നിങ്ങളുടെ മുമ്പിൽ വരും, ലഭിക്കുക തന്നെ ചെയ്യും. സൗണ്ട് മ്യൂട്ട് ചെയ്യുക. എല്ലാ ദിവസത്തെ പോലെ പ്രഖ്യാപനങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ പറഞ്ഞാട്ടെ. നമ്മുടെ കൺമുമ്പിൽ തുറന്നു വരുന്ന നന്മകൾ ചെറുതല്ല, അനുഭവിക്കുന്നത് ചെറുതല്ല. ഇപ്പം നമ്മൾ കേട്ടല്ലോ, സൃഷ്ടിക്കുക നമ്മൾ. അല്ലാതെ കർത്താവെ അങ്ങ് എനിക്ക് വേണ്ടി ചെയ്യണമെന്നല്ല. കർത്താവ് പറയും, ഞാൻ നിനക്ക് വേണ്ടി എല്ലാം കൊടുത്തു സെറ്റിൽ ചെയ്ത് വെച്ചിരിക്കുക, നീ എടുത്ത് കഴിച്ചോ എന്ന് പറയുന്ന കർത്താവിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പം തന്നെ നിങ്ങൾ മ്യൂട്ട് ചെയ്യുക. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് പ്രഖ്യാപനങ്ങളെ ഏറ്റു പറഞ്ഞാട്ടെ.